الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين دامت لدينا ففاقت كل معجزتي من النبيين إذ جاءت ولم تدمي ردت بلاغتها دعوى معارضها رد الغيور يد الجاني عن الحرم إن تتلها خيفة من حد نار لظى أطفأت حر لظى من وردها الشبم ولا تعد ولا تحصى عجائبها ولا تصام على الإكثار بالسأم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സമാദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, കാരണവന്മാരെ, മുതഅല്ലിംകളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ പേരിലുള്ള ഉറൂസ് മുബാറക്കിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളുടെ സവിധത്തിൽ ഒരുമിച്ച് കൂടുന്നതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഅ്മിനാത്തുകൾ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൽമിൻ്റെ മജ്ലിസിൽ സംബന്ധിക്കുന്നതിൻ്റെ ബറക്കത്ത് എല്ലാ അർത്ഥത്തിലും നൽകപ്പെടുന്ന മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിനങ്ങളിലും വരാനിരിക്കുന്ന ദിവസങ്ങളിലും ഇന്നത്തേതടക്കമുള്ള മുഴുവൻ പരിപാടികളും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളോടുള്ള ആദരവിൻ്റെ ഭാഗമായി സ്വീകരിച്ച് ആരാരും രക്ഷിക്കാനില്ലാതെ ഒറ്റപ്പെടുന്ന സമയങ്ങളിൽ മുഴുവനും നമ്മൾ ഏതെല്ലാം ഉറൂസുകളിൽ മഹാന്മാരുടെ സവിധങ്ങളിൽ സംബന്ധിക്കുന്നുവോ അവരുടെ എല്ലാവരുടെയും സഹായവും സാന്നിധ്യവും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ
ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്താണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ ധാരാളം മുഅ്ജിസത്തുകൾ രേഖപ്പെടുത്തപ്പെട്ട വിശുദ്ധമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ മനസ്സിലാക്കുന്നതും അതിനെ ബഹുമാനിക്കുന്നതും ആ ഖുർആൻ പഠിക്കുന്നതും നമ്മുടെ എല്ലാവരുടെയും ഇരുലോക ജീവിതത്തിലെയും ബഹുമാനത്തിന്, സ്ഥാനമാനങ്ങൾക്ക് വലിയ കാരണമാണ്. ഖുർആനിനെ നല്ലോണം ബഹുമാനിക്കണം. ചുരുങ്ങിയ വിഷയങ്ങൾ മാത്രമാണ് ഇത് സംബന്ധിയായി സംസാരിക്കാനുള്ള സമയമുള്ളത്. അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഖുർആനിനെ നല്ലോണം ബഹുമാനിക്കണം. ആ ബഹുമാനത്തിന് എവിടെയെങ്കിലും കുറവ് വന്നാൽ പിന്നെ കുറെ കാലം നിസ്കരിച്ച ആളാണ്, നോമ്പ് നോറ്റ ആളാണ്, അത് ചെയ്ത ആളാണ്, ഇത് ചെയ്ത ആളാണ്, അതുകൊണ്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ കലാം വളരെ വലിയ രൂപത്തിലും അർത്ഥത്തിലും ബഹുമാനിക്കണം. ഒരു അഭിപ്രായം പറയുന്നിടത്ത് പോലും ഖുർആനിനെ സംബന്ധിച്ച് മോശപ്പെട്ടൊരു അഭിപ്രായം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. ഖുർആനിനോടുള്ള നമ്മുടെ സമീപനം വളരെ ബഹുമാനപുരസരമായിരിക്കണം. നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഖുർആനുണ്ട്. ആ ഖുർആനിനോട് സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ ബഹുമാനം അത് എടുത്തൊന്ന് നോക്കലാണ്. അതിന് നല്ല ചട്ട വെച്ചു കൊടുക്കണം. പൊടി പുരണ്ട് എടുക്കുന്ന മുസഹഫ് മറ്റൊരാൾ മുസഹഫ് ഉണ്ടോ എന്ന് ചോദിക്കും. മുസഹഫ് എടുത്തു കൊടുക്കുമ്പോൾ ആ വീട്ടുകാരുടെ ഈമാനും ഇഖ്ലാസും അതോടെ മനസ്സിലാവും. ഒരു വീട്ടിലെത്തിയിട്ട് മുസഹഫ് ഒന്ന് നോക്കട്ടെ, ഒന്ന് ഓതാനാണ്. അപ്പൊ മനസ്സിലായി ആ വീട്ടുകാരുടെ ഇസ്ലാം എത്രണ്ട്, ഈമാൻ എത്രണ്ട്. സുബ്ഹാനല്ലാഹ്, ആ ഖുർആനിന്റെ ഉള്ളിൽ പൊടി നിറഞ്ഞിരിക്കുന്നു. അതിന്റെ ചട്ടയുടെ ഒരു ഭാഗം ചെതലരിച്ച് തുടങ്ങിയിരിക്കുന്നു. ഉൾഭാഗങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് പൊടികൾ പേജുകൾക്കുള്ളിലായി നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു. അവനവന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പേപ്പറുകൾ ലാമിനേഷൻ ചെയ്ത് നമ്മുടെ പോക്കറ്റിൽ റെഡിയാണ്. എല്ലാത്തരം കാർഡുകളും റെഡിയാണ്. പാസ്പോർട്ട് എന്ത് ഭദ്രമാണ്. ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും അല്ലാഹു ബഹുമാനത്തിന് ഈ ഉമ്മത്തിന് കാരണമാക്കിയ പരിശുദ്ധ ഖുർആൻ, അതിനോട് ബഹുമാനം സ്വീകരിക്കാതെ നമുക്ക് ജയിക്കാൻ കഴിയില്ല. ആ ഖുർആനിനോട് ബഹുമാനം സ്വീകരിക്കാതെ നമുക്ക് വിജയിക്കാൻ കഴിയൂല. ഖുർആനെ നല്ലോണം ബഹുമാനിക്കണം. ഈ വാള് കഴിഞ്ഞ് നിങ്ങളൊക്കെ വീട്ടിലെത്തുക. പേജുകൾ പോന്ന ഖുർആനുണ്ടോ നല്ലോണം പെയിന്റ് ചെയ്യിക്കണം. എല്ലാം പെയിന്റ് ചെയ്ത് റെഡിയാക്കും. നിങ്ങളുടെ ആധാര പേപ്പറുകളൊക്കെ എത്രയാണ് ലാമിനേഷൻ ചെയ്ത് ഭദ്രമാക്കിയിരിക്കുന്നത്. മറ്റൊരാൾക്ക് വിൽക്കാൻ പോലും ഒരുപക്ഷെ നമുക്ക് സമയമുണ്ടായെന്ന് വരില്ല. പക്ഷേ ആഖിറത്തിൽ നമുക്ക് സാക്ഷിയാകേണ്ട ഖുർആൻ, അതിനോട് ബഹുമാനം സ്വീകരിക്കാതിരുന്നാൽ, അത് വേണ്ടതുപോലെ ആദരിക്കാതിരുന്നാൽ, വീട്ടിൽ കൊണ്ടുപോയി ഭദ്രമായൊരു ഭാഗത്തങ്ങനെ വെച്ചു. ഉംറക്ക് പോകുമ്പാരോ സൗജന്യമായി തന്ന ഖുർആനാണ്. ഹജ്ജിന് പോകുമ്പോ കിട്ടിയതാണ് 2-3 എണ്ണം. വീട്ടിലങ്ങനെ ഭദ്രമായി ഷെൽഫിൽ സൂക്ഷിച്ചു. എടുത്തു നോക്കിയിട്ടില്ല. നമ്മെ പറ്റിയൊരു പരാതി ആഖിറത്തിൽ പറയുന്നുണ്ട്. ആര്? നമ്മുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പരാതി ഖുർആനോദിക്കോ. وقال الرسول يا ربي إن قوم اتخذوا هذا القرآن مهجورا. وقال الرسول റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തിൽ പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, ഈ സമൂഹം ഇങ്ങനെയാകാനുള്ള കാരണം ഇന്ന ഖൗമി, എന്റെ ജനത, നമ്മൾ അതിൽപ്പെട്ടവരാണോ? ഇന്ന ഖൗമി, എന്റെ സമൂഹം, മുത്തുനബി തങ്ങളെ സമൂഹത്തിൽപ്പെട്ടവരാണോ നമ്മൾ? ശ്രദ്ധിക്കാനും ശിക്ഷിക്കാനുമാണ് ഞാനിത് പറയുന്നത്. മുസ്ലിം വീടുകളിൽ ഖുർആനിന് ബഹുമാനമില്ല. വീടുകൾ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഖുർആൻ ഖറാബാണ്.
നിങ്ങളെ വീടുകളിലൊക്കെ ഖുർആൻ നല്ല രൂപത്തിലാണോ? പേജ് പറഞ്ഞു പോന്നിട്ടാണോ ഉള്ളത്? ചട്ട വെച്ച് കൊടുത്തിട്ടുണ്ടോ? ലാമിനേഷൻ ചെയ്തിട്ടുണ്ടോ? പൊടി പുരണ്ടിട്ടുണ്ടോ? എന്നും ഓതാറുണ്ടോ? നോക്കി പരിപാലിക്കാറുണ്ടോ? ആ ഖുർആനിനെ പറ്റി നല്ലൊരു ബഹുമാനം വേണം. നമ്മുടെ നേതാവിന്റെ പരാതി, ഇന്ന റബ്ബി യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഈ ഖുർആൻ അവർ ബഹിഷ്കരിച്ചു. ഈ ഖുർആനിനോട് എന്റെ സമൂഹം പിണങ്ങിക്കഴിഞ്ഞു. 2 മണിക്കൂർ അവർ പേപ്പർ വായിക്കും, 1.5 മണിക്കൂർ അവർ മെസ്സേജ് വായിക്കും, 1 മണിക്കൂർ അവർ ഫോൺ നമ്പറുകളിൽ എല്ലാവിധ ഉപകരണങ്ങളും അവരുടെ കമ്മ്യൂണിക്കേഷനുകളും നടത്തും. അതേ സമയത്ത് ഈ ഖുർആൻ അത് ചോദിക്കുന്നുണ്ട്, എന്നെ ഒന്ന് എടുത്തു ഓദിക്കോ, എന്നെ ഒന്ന് എടുത്തു നോക്കിക്കോ, നിനക്ക് ദുനിയാവുണ്ട്, ആഖിറമുണ്ട്, ബഹുമാനമുണ്ട്. ഒറ്റക്ക് നീ കിടക്കുന്ന ഖബറിൽ നിനക്ക് താരാട്ടുപാടാൻ ഞാൻ വരുന്നുണ്ട്. നിന്റെ ശരീരത്തിന് പുഴുവരിക്കാതിരിക്കാൻ മഹാന്മാര് നല്ല ഹൈപ്പവറിൽ പോയി കിടക്കുന്നു അവരുടെ ഖബറുകളിൽ. ഖുർആനിനോട് ബഹുമാനം പാലിച്ചതുകൊണ്ട് 100 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അവരെ ഖബറിൽ ചിതലരിച്ചിട്ടില്ല. കഫം പുടക്ക് കേടുവന്നിട്ടില്ല, പഞ്ഞി പോയിട്ടില്ല, അത്തറ് പോയിട്ടില്ല. എന്തൊരു സുഖത്തോടെയാണ് അവർ അന്തിയുറങ്ങുന്നത്. ഖുർആനിനോട് ബഹുമാനം പാലിച്ച മഹാനല്ലേ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഒറ്റ ഉദാഹരണം പറയട്ടെ, ആ ബഹുമാനത്തിന് അല്ലാഹു കൊടുത്ത ബഹുമാനം. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജീവിച്ച കാലത്ത് അന്നുള്ള രാജാവിന് ചില മുഅ്തസിലത്തിൽപ്പെട്ട ആളുകളുടെ സ്വാധീനം കൊണ്ട് ആ രാജാവിനെ കൊണ്ട് പണ്ഡിതന്മാരെ ശിക്ഷിക്കണമെന്ന് തീരുമാനിച്ച് ഒരു പുതിയ വാദവുമായി രാജാവ് മുന്നോട്ട് വന്നു. അള്ളാഹുവിന്റെ ഖുർആന് മഖ്ലൂഖാണ് എന്ന് പറയണം, ഖുർആന് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയണം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറയാൻ പറ്റൂല, അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അതിന് സൃഷ്ടി എന്ന് പറയാൻ പാടില്ല. കഅബ അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, അർശ് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, കുർസി അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, ലൗഹും ഖലമും അർളും സമാവാത്തും ശംസും ഖമറും നുജൂമും ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അത് ഖദീമായ കലാമാണ്. അതിനെപ്പറ്റി സൃഷ്ടി എന്ന് പറയാൻ പാടില്ല. ഒരുപാട് പണ്ഡിതന്മാരെ ജയിലിലടച്ചു രാജാവ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? സമ്മതിക്കൂല. ആദ്യഘട്ടത്തിൽ വീട്ടു തടങ്കല്ലാക്കി, പുറത്തിറങ്ങാൻ മാനവർക്ക് പെർമിഷൻ ഇല്ല. ദർസ് മുടങ്ങിപ്പോയി, ജമാഅത്ത് മുടങ്ങിപ്പോയി. വീട്ടിലുള്ളവരെ വെച്ച് വീട്ടിൽ ജമാഅത്ത് നിർവഹിക്കും, ജുമുഅക്ക് പോലും തടസ്സം വന്നുപോയി. എന്തേ സഹോദരങ്ങളെ ചെയ്ത കുറ്റം കുറ്റമാണോ? അല്ല. അള്ളാഹുവിന്റെ ഖുർആനിന് ബഹുമാനത്തിന് എതിരാകുന്നൊരു ഭാഷ എന്റെ ജീവിതത്തിൽ നിന്നതൊരിക്കലും ഉണ്ടാകൂല. വിശുദ്ധ റമദാനിലല്ലേ കാരാഗ്രഹത്തിലടച്ചത്. നോമ്പ് നോറ്റ മഹാനവറുകളെ ശരീരത്തിൽ ചാട്ടവാറ് കൊണ്ട് അടി വന്നുപോയി. ഒന്നാമത്തെ അടി ചാട്ടവാറ് കൊണ്ടുള്ള അടി ശരീരത്തിൽ വന്നപ്പോ മഹാനവറുകളുടെ മറുപടി എന്താണ്? ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് ഞാൻ അടി സ്വീകരിക്കുന്നത് ആരംഭിക്കട്ടെ. ഞാൻ ഇവിടെ അടിയേൽക്കുന്നത് എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തതിന്റെ പേരിലല്ല, ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ മനോവിഷമം ഏർപ്പെടുത്തിയതിന്റെ പേരിലല്ല. അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ, അതിനോട് ബഹുമാനത്തിനെതിരായ ഒരു ഭാഷ പറയണമെന്ന് രാജാവിന്റെ ഭാഷ്യം. അത് സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. രാജാവിനെ അനുകൂലിക്കുന്ന, രാജാവിന്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന മുബത്തദികളുടെ വാദമാണത്. ഒരിക്കലും അത് സമ്മതിക്കാൻ എന്നെ കിട്ടില്ല. തുറന്നു പറഞ്ഞു മഹാനവർകൾ, അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. സൃഷ്ടി എന്ന് പറയാൻ ഞാനില്ല, അത് അല്ലാഹുവിന്റെ കലാമാണ്. അതിനനുസരിച്ച ബഹുമാനം നൽകേണ്ടതുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ ശിക്ഷ ഭയന്നിട്ട് അത്രയും കടുത്ത ശിക്ഷ കൊടുക്കുന്ന രാജാവാണ്. ജീവനെ പേടികൊണ്ട് അവര് പറഞ്ഞു, തൽക്കാലം രക്ഷ കിട്ടാൻ വേണ്ടി 4 വിരലിങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, ഇഞ്ചീല്, സബൂറ്, തൗറാത്ത്, ഫുർഖാന് ഇത് 4 മഖ്ലൂഖാണ് എന്ന് പറഞ്ഞു.
ഇത് 4 മഖ്ലൂക്കാന്ന് പറഞ്ഞ അവർ പറഞ്ഞ മഖ്ലൂക്കാന്നല്ല, ഈ 4 വിരല് മഖ്ലൂക്കാണ്. അതിനകത്ത് 4 ഉയർത്തിയത്, 4 വിരലിങ്ങനെ ഉയർത്തിയിട്ട് അവർ പറഞ്ഞു ഇത് 4 മഖ്ലൂക്കാണ്. ഇത് 4 മഖ്ലൂക്ക് തന്നെയാണല്ലോ, സൃഷ്ടിയാണല്ലോ. തൽക്കാല രാജാവിന്റെ ശിക്ഷ ഭയന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവർ ചെയ്തതാണ്. അതിലവർ കുറ്റക്കാരൊന്നുമല്ല. പക്ഷെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ലല്ല, വ്യംഗ്യമായി പറയാനൊന്നുമില്ല, വ്യക്തമായി തന്നെ പറയും, അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. അതിനെപ്പറ്റി സൃഷ്ടി എന്ന് പറയാൻ പാടില്ല, അത് അംഗീകരിക്കൂല. ചാട്ടവാറ് കൊണ്ട് 10-25 അടി നോമ്പ് നോറ്റുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ ഏൽക്കുകയാണ്. സഹോദരങ്ങളെ, ആ അടി കൊള്ളുന്ന സമയത്ത് 2 കൈയും ബേക്കോട്ട് പിടിച്ച് ഭദ്രമായി കെട്ടിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അടിക്കുമ്പോൾ മേൽവസ്ത്രമുണ്ട്, പിന്നീട് മേൽവസ്ത്രം ഒഴിവാക്കി അരമുണ്ട് മാത്രമാണ് ശരീരത്തിലുള്ളത്. തുരുതുരാ അടി വരുന്ന സമയത്ത് അരമുണ്ട് ഉരിയാൻ തുടങ്ങി. അതഴിഞ്ഞു പോകാൻ തുടങ്ങുമ്പോ ജയിലിലുള്ള ആളുകൾ ആരും വന്ന് തുണിയെടുത്ത് തരൂലല്ലോ. തുണി അഴിയുക എന്നത് വലിയ മാനക്കേടല്ലേ. മഹാനവറുകൾ മുകളിലേക്ക് നോക്കിയിട്ട് അള്ളാഹുവിനെ വിളിച്ചു, അള്ളാഹുവേ, നിന്റെ അർശിന്റെ ഇസ്മ കൊണ്ട്, നിന്റെ മഹത്തായ ഇസ്മ കൊണ്ട് ഞാൻ ചോദിക്കുന്നു, എന്റെ നഗ്നത നീ വെളിവാക്കരുതേ അല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് കണ്ണൊന്നുയർത്തിയിട്ടൊരു ചോദ്യം ചോദിച്ചപ്പോഴേക്ക് തുണി യാന്ത്രികമായി മുറുക്കപ്പെട്ടു പോയി. പിന്നീട് ആ തുണി ഉരിഞ്ഞിട്ടില്ല. ഭദ്രമായ നിലക്ക് മഹാനവറുകളെ പൂട്ടിയിട്ട് ശിക്ഷിച്ചു, ഭക്ഷണം കൊടുക്കാതെ വേദനിപ്പിച്ചു, പലപ്പോഴും വന്ന് കുത്തുവാക്കുകൾ പറഞ്ഞു നോവിപ്പിച്ചു. പക്ഷേ മഹാനുഭാവൻ അനങ്ങിയില്ല. അങ്ങനെ ശിക്ഷ അനുഭവിച്ച് നല്ലവണ്ണം ജയിലിൽ കിടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ആരാണത്? ഈ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുന്നു, ആരെ? ഖുർആന് ലോകത്ത് പഠിപ്പിച്ച നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഷാഫി ഇമാം തങ്ങളോട് പറയുന്നു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ക്ഷമിക്കാൻ പറയൂ. ആ ക്ഷമക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ബഹുമാനം നൽകുന്നുണ്ട്. ക്ഷമിച്ച് ജീവിക്കാൻ പറയൂ. കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ശിക്ഷക്ക് ആക്കം കൂട്ടിയ രാജാവിന്റെ സ്ഥാനം തെറിച്ചുപോയി. രണ്ടാമത്തൊരു രാജാവ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു. ആ രാജാവ് വലിയ ബഹുമാനിക്കുന്ന മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. നിരപരാധിയാണെന്ന് തെളിയിച്ച് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് മോചനം കൊടുത്തു. മഹാനവറുകളെ മോചനം കിട്ടിയ ശേഷം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ദർസ് നടത്താനും വഅദ് പറയാനും ദീനിന്റെ ഖിദ്മത്തിനും സൗകര്യം കൊടുത്തു. അപ്പോഴാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ശിഷ്യനെ വിളിച്ചിട്ട് ഒരു കത്ത് എഴുതിയിട്ട് ആ കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സന്തോഷ വാർത്തകൾ മുഴുവനും എഴുതിയിട്ട് അതാ പറഞ്ഞേക്കുന്നു, മോനെ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു താമസിക്കുന്ന സ്ഥലത്ത് പോയി ഈ കത്ത് കൈമാറി കൊടുക്കൂ. ആ കത്ത് കിട്ടിയപ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു ശിഷ്യനോട്, മോനെ, നീ ഇത് തുറന്നു വായിച്ചോ? ഇല്ല, ഞാൻ തുറന്നിട്ടില്ല, ഉസ്താദ് തന്നതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് തന്നതാണ്. കത്ത് തുറന്നുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വായിക്കുമ്പോ മഹാനവറുകൾ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. കത്തിലുള്ളത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിശാറത്താണ്, സന്തോഷ വാർത്തയാണ്. ഖുർആനിന്റെ ബഹുമാനം കാത്തു സൂക്ഷിച്ചതുകൊണ്ട് ഖുർആനെ പറ്റി സൃഷ്ടി എന്ന് പറയാൻ ഞാനില്ല. ഖുർആനെ പറ്റി അള്ളാഹുവിന്റെ മഖ്ലൂഖ് എന്ന് പറയാൻ പറ്റൂല. അത് ഖദീമായ കലാമാണ്. അള്ളാഹുവിന്റെ ഖുർആനാണ്, കലാമാൻ. ആ വാദത്തിൽ ജയിച്ചു വന്നില്ലേ? കത്തിൽ അടിഭാഗത്ത് മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ മേൽവസ്ത്രമായി ധരിച്ചിരുന്ന കുപ്പായം ഈ ശിഷ്യന്റെ കൈവശം കൊടുത്തേക്കണേ. ഉസ്താദായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് കണ്ട ബഹുമാനം എന്താണ് സഹോദരങ്ങളെ?
നിസ്കരിക്കുമ്പോ ധരിച്ചിരുന്ന കുപ്പായമല്ല ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ. അത് സൃഷ്ടിയാണെന്ന് പറയാൻ പാടില്ല, അത് അള്ളാഹുവിന്റെ ഖദീമായ കലാമാണ്. ആ വാദത്തിൽ ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചു ഉറച്ചു നിന്നപ്പോൾ എത്ര പീഡനങ്ങൾ വന്നിട്ടും പരീക്ഷണങ്ങൾ വന്നിട്ടും കുലുങ്ങാത്ത പർവ്വതം പോലെ നിന്നപ്പോ അടികിട്ടിയ സമയത്ത് നിങ്ങൾ ധരിച്ച കുപ്പായമില്ലേ, ആ കുപ്പായത്തിന് ബഹുമാനമുണ്ട്. ശിഷ്യൻ തിരിച്ചു മറുപടിയുമായി തിരിച്ച് ഷാഫി ഇമാം തങ്ങളെ ഹദ്റത്തിലെത്തിയപ്പോ ശിഷ്യനോട് ചോദിക്കുന്നു, ഈ കത്ത് മാത്രമാണോ തന്നത്, വേറൊന്നും തന്നില്ലേ? കത്ത് മാത്രമാണോ മോനെ നിന്റെ കയ്യിൽ തന്നത്, വേറൊന്നും തന്നില്ലേ? തന്നിട്ടുണ്ട്, കുപ്പായം തന്നിട്ടുണ്ട്. വേഗം ഒരു പാത്രം വെള്ളം കൊണ്ടുവാ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആ ഒരു പാത്രം വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം കൊണ്ട് ബറക്കത്തെടുക്കുന്നു. ഹാഫിദ് ഇബ്നു കസീർ അടക്കമുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം 230 കൊല്ലം കഴിഞ്ഞിട്ട് മഹാനവറുകളുടെ ചാരത്ത് കുടുംബാംഗങ്ങളിൽപ്പെട്ട ഒരാളെ മറവ് ചെയ്യുന്നതിന് വേണ്ടി തൊഴിലാളികൾ വന്ന് ഖബർ കുഴിച്ചപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ ഭാഗം ചുമരങ്ങ് പൊളിഞ്ഞ് ഇങ്ങോട്ട് വീണപ്പോൾ അവർ കണ്ട കാഴ്ച, കഫംപുടയിൽ അങ്ങനെ തന്നെ മഹാനവറുകൾ കിടക്കുന്നു. 230 കൊല്ലം കഴിഞ്ഞിട്ടും കഫംപുടക്ക് തകരാറില്ല, ശരീരത്തിന് ഭാവമാറ്റങ്ങളില്ല. എന്തൊരു ബഹുമാനമാണ് എന്റെ മുസ്ലിം സഹോദരീ സഹോദരന്മാരെ. ഇവിടെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമ്പോഴേക്ക്, ഉള്ളിലും പുറത്തും രോഗങ്ങൾ വരുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ചികിത്സിക്കാറില്ലേ? ഒറ്റക്ക് കിടക്കുന്ന ഖബറില് പുഴുക്കളും ചിതലുകളും വന്ന് തിന്നുമ്പോൾ തടയാനുള്ള ബഹുമാനമുണ്ടോ? ശരീരത്തിനുണ്ടോ? ഖൽബിനുണ്ടോ? കാത് വന്ന് കടിക്കുമ്പോ കാതിന് തടയാനുള്ള ബഹുമാനമാണ് ഖുർആന് കേൾക്കുന്നത്. കണ്ണ് ഒടിഞ്ഞു പോകാതിരിക്കാനുള്ള ബഹുമാനമാണ് ഖുർആനിലേക്ക് നോക്കുന്നത്. നാവിലേക്ക് ചിതലുകൾ വന്ന് പുഴുക്കൾ വന്ന് കയറാതിരിക്കാൻ നാവ് കൊണ്ട് ഖുർആൻ ഓദിക്കോ, കൈപിടിച്ച് ഓദിക്കോ, മുസ്ഹഫിലേക്ക് നോക്കി ഓദിക്കോ. പറഞ്ഞു വന്നത് ബഹുമാനം കളയരുത്. ഒരു ബഹുമാനത്തിന്റെ വാക്ക് മാറ്റി പറയാത്തത് കൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കിട്ടിയ ബഹുമാനം എത്രയാണ്, ആദരവ് എത്രയാണ്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചെറിയ ബഹുമാനമല്ലല്ലോ അല്ലാഹു കൊടുത്തത്. ഒരാൾക്ക് മാത്രമല്ല, രണ്ടാൾക്ക് മാത്രമല്ല, മഹത്തുക്കളായ മഹത്തുക്കൾക്ക് മുഴുവനും ഇതേ രൂപത്തിൽ അല്ലാഹു ബഹുമാനം നൽകിയത് കാണാം. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് വഅദ് കഴിഞ്ഞ് പരിശോധിക്കുക, ഖുർആൻ ഇരിക്കുന്നത് എങ്ങനെയാണ്, എവിടെയാണ്, അതിന്റെ കടലാസുകളും മറ്റും പറഞ്ഞു പോന്നിട്ടുണ്ടോ? ഒട്ടിച്ച് വെച്ചൊരു ബഹുമാനം അതിന് കൊടുക്കണം, നല്ലവണ്ണം പൊതിയിട്ട് കൊടുക്കണം, ഉയർന്ന സ്ഥലങ്ങളിൽ വെക്കണം. ഖുർആൻ ഇരിക്കുന്നിടത്ത് അവിടെ മറ്റു ഗ്ലാസുകൾ വേണ്ട, അവിടെ ടോർച്ച് വേണ്ട, തൊട്ടുരുമ്മി മൊബൈല് വേണ്ട, വേറെ ഏതെങ്കിലും മാക്രി സാധനങ്ങൾ വേണ്ട, പുതുമ നിറഞ്ഞ പൂവുകളോ അലങ്കാര വസ്തുക്കളോ വേണ്ട. ഖുർആൻ ഇരിക്കുന്നിടത്ത് ഖുർആൻ ഇരിക്കട്ടെ. ഖുർആൻ ഇരിക്കുന്നതിനോട് ചേർത്തിരിക്കാൻ പറ്റിയ ഒന്ന് അല്ലാഹുവിന്റെ ദുനിയാവിൽ വേറെയില്ല. ഖുർആനിനോടൊപ്പം ചേർത്തിരുത്തി വെക്കാൻ പറ്റിയത് എന്താണ്? ഖുർആനിലുള്ളത്, ദുനിയാവിലുള്ളത്. എന്താ സഹോദരൻ എങ്ങനെ ഉള്ളത്? ആ ഖുർആനിന്റെ മേലെയാണോ നമ്മുടെ മൊബൈൽ വെക്കുന്നത്? ആ ഖുർആനിന്റെ മേലെയാണോ കണ്ണട വെക്കുന്നത്? നീ എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും നിന്റെ കണ്ണടക്ക് പത്രത്തിന്റെ മേലെ വെക്കാം, ആ കണ്ണടക്ക് ബഹുമാനം ഉണ്ടാകും. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആനിന്റെ മേലെ കണ്ണട വെക്കരുത്, കണ്ണട കൂട് വെക്കരുത്, മൊബൈല് വെക്കരുത്, നിന്റെ വാച്ചയിച്ച് വെക്കരുത്. അതൊക്കെ തായോട്ട് വെക്കട്ടെ.
കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ 2ാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുമ്പോ, 3ാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുമ്പോ, മുറ്റത്തിരിക്കുന്ന വരാന്തയിലിരിക്കുന്ന വീട്ടുമുഖത്തിരിക്കുന്ന ഉപ്പാപ്പ 10 ഹജ്ജ് ചെയ്ത ഉപ്പാപ്പയാണെങ്കിലും ബഹുമാനമുള്ളത് ആ കുട്ടിക്കാണ്. ആ കുട്ടിന്റെ കയ്യിൽ ഖുർആനാ. ഒന്ന് എഴുന്നേറ്റ് കൊടുക്കൽ സുന്നത്താ. ആ കുട്ടി വരുന്നത് പത്രവുമായിട്ടാണെങ്കിൽ ആ ബഹുമാനുണ്ടോ? ആ കുട്ടി വരുന്നത് വേറെ എന്തെങ്കിലും മരുന്നുകളുമായിട്ടാണെങ്കിൽ ആ ബഹുമാനുണ്ടോ? ആ കുട്ടി വരുന്നത് പൂക്കളുമായിട്ടാണെങ്കിൽ ആ ബഹുമാനുണ്ടോ? ഖുർആന് പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന ആള് എത്ര ഇൽമു കുറഞ്ഞ ആളാണെങ്കിലും ഖുർആന് കയ്യിലുണ്ടാകുമ്പോ നമ്മളൊന്ന് എഴുന്നേറ്റ് കൊടുക്കല് സുന്നത്തായി വന്നില്ലേ? എന്തൊരു ബഹുമാനമാണ്. ഒന്നുകൂടി പറയട്ടെ, ആ ഖുർആൻ ഇരിക്കുന്ന വീട്ടിലാണോ അപശബ്ദങ്ങൾ മുഴങ്ങുന്നത്? നഊദു ബില്ലാഹ്. ആ ഖുർആൻ ഇരിക്കുന്ന വീട്ടിലാണോ മ്യൂസിക്കുകൾ മുഴങ്ങുന്നത്? നഊദു ബില്ലാഹ്. വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ശിഷ്യന്മാര് ചോദിച്ചില്ലേ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചിലരുണ്ട് യശ്തരി ലഹ്വൽ ഹദീസ്, വിനോദ വർത്തമാന ഉപകരണങ്ങൾ അവർ കാശ് കൊടുത്ത് വാങ്ങും. യശ്തരി ലഹ്വൽ ഹദീസ്, വാർത്താ മീഡിയകൾ കാണുന്നതിനും കേൾക്കുന്നതിനുമുള്ള ഉപകരണങ്ങൾ അവർ വാങ്ങും. ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി. ചോദിക്കുന്നു ശിഷ്യന്മാര്, അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദേ? ഇബ്നു അബ്ബാസ് തങ്ങളെ മറുപടി എത്ര കൃത്യമാണ്. ഖുർആനോത്ത് മുടക്കല. ഉപകരണങ്ങൾ ഖുർആനോത്ത് മുടക്കിയ അത്ര ഖുർആനോത്ത് മുടക്കിയ എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഒന്ന് പറയൂ. ഈ മൊബൈൽ കൊണ്ട് ഖുർആൻ മുടങ്ങിയതുപോലെ, ഖുർആനോത്ത് മുടങ്ങിയതുപോലെ വേറെ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഖുർആനോത്ത് മുടങ്ങിയിട്ടുണ്ടോ? രാവിലെ നിൽക്കുമ്പോഴേക്ക് റുക്കോയിലും സുജൂദിലുമായി അതിനങ്ങിരിക്കുന്ന മനുഷ്യൻ 10 മണിയായാലും അവന് പ്രശ്നമില്ല, 12 മണിയായാലും പ്രശ്നമില്ല. അവനവന്റെ ശ്രവണപുടങ്ങളിലേക്ക് ഉപകരണങ്ങൾ കുത്തിത്തിരികയിട്ട് 24 മണിക്കൂറും സംഗീതങ്ങളുടെ വിളയാട്ടവുമായി നടന്നാൽ, കോമഡികളുടെ അഭിരുചിമയുമായി നടന്നാൽ, സിനിമയുടെയും നാടകങ്ങളുടെയും കൂത്തരങ്ങുമായി നടന്നാൽ, ഒരു മടുപ്പുമില്ലാത്ത മനുഷ്യന് മുടങ്ങിപ്പോയതെന്താ? അല്ലാഹുവിന്റെ ഖുർആനോത്ത് തന്നെ. എന്റെ ഭാഷയല്ല ഞാൻ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് ശിഷ്യന്മാര് ചോദിച്ചതാണ്, വിനോദ വാർത്താ ഉപകരണങ്ങൾ വാങ്ങുമ്പോ അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരെ തെറ്റിക്കുക എന്ന് പറഞ്ഞല്ലോ, എന്താണ്? അന്ന് വരെ വീട്ടിൽ ഖുർആനോതിയിരുന്ന ഉമ്മമാര് ഖുർആനോത്തി എത്ര നിർത്തിപ്പോയി, എത്ര നിർത്തിപ്പോയി. പ്രായമുള്ളവരുടെ കയ്യിൽ ഒരു പക്ഷേ ഉപകരണങ്ങൾ വരുന്നതിന്റെ മുമ്പ് 1 മാസം ഒരു ഖത്മ് തീർത്തിരുന്നത് ഉപകരണങ്ങൾ വന്നപ്പോൾ ഒരു ജുസ് പോലും ആകാതെ വന്നുപോയി. കഴിഞ്ഞല്ലോ ഉസ്താദെ, ഒരാൾ പറഞ്ഞു കഴിഞ്ഞ കൊല്ലം 12 മാസത്തിൽ 12 ഖത്മ് തീർക്കാൻ കഴിഞ്ഞിരുന്നു. അൽഹംദുലില്ലാ. ഇക്കൊല്ലം ഒന്നും തീർക്കാൻ പറ്റിയില്ല. എന്തേ കാരണം? മരിയോന്. ഇവിടെ മരിയോന് എന്ന് പറഞ്ഞാൽ ആരാ? ചില നാട്ടിൽ മരിയോന് എന്ന് പറഞ്ഞാൽ പങ്ങളെ മോന് പറയും. ഇവിടെ ആരാ? ഇവിടെ എല്ലാവർക്കും മരിയോന്ന് അറിയോ? മോളെ ഭർത്താവിനല്ലേ? ആ മരിയോന്ന് തന്നെ ഉദ്ദേശിച്ചത്. മോളെ ഭർത്താവ് വലിയ സ്നേഹമുള്ള ആളാണ്. വലിയ സ്നേഹമുള്ള ആളാണ്, കുഴപ്പമൊന്നുമില്ല, സ്നേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അയാൾ ആദ്യമായിട്ടൊന്ന് ദുബായിൽ പോകുന്നോളം ഞാൻ ഇതിലല്ല കേട്ടോ, ഒരു ഉദാഹരണം പറഞ്ഞു. ദുബായിൽ പോയി വന്നപ്പോ ഞാനല്ലേ അയാൾ അമ്മോശം കാക്ക എന്ന നിലക്ക് എനിക്കൊരു 25,000 റുപ്യന്റെ ഒരു മൊബൈൽ തന്നു. ഞാൻ അതിങ്ങനെ പരിശോധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇക്കൊല്ലം 10 മാസമായിട്ട് ഒരു ജുസ് പോലും ഓതാൻ പറ്റിയില്ല. അത്ര വലിയ മഹത്ത. അതാണ് നേരത്തെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം. ശരിയല്ലേ പറയുന്നത്? ശരിയല്ലേ? ബോധ്യപ്പെടുന്നില്ലേ? ബോധ്യപ്പെടുന്നുണ്ട്. കൃത്യല്ലേ സഹോദരങ്ങളെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്? ബഹുമാനക്കേടാണത്. ആ ഖുർആനെ കെട്ടിയിട്ടിരിക്കുന്ന, വീട്ടിൽ പൂട്ടിയിട്ടിരുന്ന ഖുർആനില്ലേ, നാളെ ആഖിറത്തിൽ പറയും. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അതിന്റെ തഫ്സീറിൽ കാണാം, ഇസ്മായിലുൽ ഹിഖീ തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ് കാണാം. നാളെ ഖുർആൻ ആഖിറത്തിൽ പ്രതികൂല സാക്ഷിയായി വരും. എന്നിട്ട് ഖുർആൻ പറയും, ഇവൻ എന്റെ വീട്ടിൽ, അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് 10 വർഷം എന്നെ പൂട്ടിയിട്ടു.
ഒരു ജുസ് പോലും ഓതിയിട്ടില്ല. ഒരു മാസം ഓരോ ജുസ് ഓതിയിട്ട് ഒരു ഖത്മ് തീർക്കേണ്ടവൻ റമദാനിന് വേണ്ടി എന്നെ നീട്ടിവെച്ചുപോയി. ഉപ്പ മരിക്കുന്നത് വരെ എന്നെ നീട്ടിവെച്ചുപോയി. ഉപ്പ മരിച്ചിട്ടും ഈ ഖുർആനിൽ അവനല്ല ഓതിയത്, മുതല്ലിമീങ്ങൾ വന്നാ ഓതിയത്, നാട്ടുകാര് വന്നാ ഓതിയത്. അവനെപ്പോഴും മിമിക്രിയില. എന്നെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചു, പക്ഷെ എന്നെ പരിപാലിച്ചില്ല, എന്നെ നോക്കിയില്ല, എന്നെ ഒന്ന് തൊട്ടു നോക്കിയില്ല. ഒന്നുകൂടി ഞാൻ ആ കൂട്ടത്തിൽ പറയട്ടെ, മുസഹഫ് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ, വീട്ടിലാകട്ടെ പള്ളിയിലാകട്ടെ, മുസഹഫ് നോക്കി ഓതുന്ന ബഹുമാനം മൊബൈല് നോക്കി ഓതുന്നതിന് ലഭിക്കൂല. അങ്ങനെയല്ലോ ഉസ്താദേ, മുസഹഫുള്ളടുത്ത് മുസഹഫല്ലേ നോക്കണ്ടേ അല്ലേ? നമ്മളെ മടിയാണത്. ഒന്ന് പൊന്തിച്ചോണ്ടൊരു ഖുർആൻ എടുക്കാനുള്ള മടി. എന്തോ ഒരു ഊരവേദന നമുക്ക്. അല്ല, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പാപ്പാര് പിന്നെ വഖഫാക്കി മുസാഫ് എത്ര ഉണ്ട് ഇവിടെ അല്ലേ? ആയിരക്കണക്കിന് മുസാഫില്ലേ? എന്നാണ് ഓതുക? എല്ലാരും കൂടി മരിച്ചിട്ട് അന്ന് ഖത്തുദാനോ? മൊബൈലിൽ നോക്കിയിട്ടല്ല മുസാഫ് ഇരിക്കുന്നിടത്ത് ഓതർ. യാത്രയിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ കൂടെ കൊണ്ടു നടക്കാൻ സൗകര്യപ്പെട്ടില്ലെന്ന് വരും. അപ്പൊ നമുക്കൊന്ന് ഓതാനൊക്കെ സുഖാണ്. പിന്നെ ഒരു മരിച്ചെടുത്തൊരു 10,000 ആൾക്കാർ കൂടുമ്പോ എല്ലാവർക്കും ഒന്നും മുസാഫ് തരാൻ കിട്ടിയില്ല എന്ന് വരും. അപ്പൊ യാസീനൊക്കെ ഒന്ന് തെറ്റുകൂടാതെ ഓതാൻ സൗകര്യമാണ്. അതിനൊക്കെ സൗകര്യങ്ങളാണ്, അതൊന്നും എതിരില്ല. പക്ഷെ പള്ളിയിൽ വന്നിട്ട് നേരെ കാണുന്നിടത്ത് തന്നെ മുസാഫ് അൽക്കഫ് ഉണ്ടാകുമ്പോ ഇതിങ്ങനെ മറിക്കേണ്ട ആവശ്യം ഉണ്ടാവും. മുസാഫ് എടുത്ത് നോക്കിയാൽ പോരാ. മുസാഫിൽ നോക്കുക എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ? ഇതല്ല മുസാഫ്, ഇത് മജ്മുഅത്ത് കുത്തുബാണ്. ഇതിൽ പലതുണ്ട് അല്ലേ? മാലുണ്ട്, മൗലിദുണ്ട്, പത്രങ്ങളുണ്ട്, വാർത്ത ഉണ്ട്, അഡ്രസ് ഉണ്ട്, നമ്പറുകളുണ്ട് അല്ലേ? എല്ലാം ഒരുമിച്ച് കൂടിയതല്ലേ ഇത്? മുസാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ. മുസാഫ് എന്ന് പറഞ്ഞാല് ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ മാത്രമുള്ള ഖുർആന്റെ പ്രതി കണ്ടില്ലേ? അതാണ് മുസാഫ്. അതിലേക്ക് നോക്കണ്ടേ? അതിലേക്ക് നോക്കിയിട്ട് നമ്മളെ കണ്ണിനൊക്കെ ബഹുമാനം കിട്ടണം. ഖുർആനിലേക്കൊക്കെ നോക്കിയിട്ട് ഖുർആനൊക്കെ എഴുതി വെച്ച്, അന്നും ഓല കാലത്ത് ഖുർആനില്ല, എഴുതി വെച്ച എല്ലിലും തോലിലും ഖുർആൻ നോക്കിയിട്ട് ഓതിയ മഹാനല്ലേ ബഹുമാനപ്പെട്ട ഖുബൈബ് ബിൻ അദിയ് റളിയല്ലാഹു അൻഹു. തടവിലായ സമയത്ത് മക്കയില് എന്താണ് ഖുബൈബ് ബിൻ അദിയ് തങ്ങളെ പണി? ഹാരിത്തിന്റെ മകൾ സൈനബ് പറഞ്ഞു, എന്താ പണി? ആ പെണ്ണ് പറഞ്ഞു, മാ റഅയ്തു അസീറൻ ഖത്തു ഖൈറൻ മിൻ ഖുബൈബ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു പോലെ നല്ലൊരു തടവുകാരനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒഴിഞ്ഞിരിക്കുമ്പോ ആ വീട്ടില് എന്നെ അറസ്റ്റ് ചെയ്തല്ലോ എന്നുള്ള വ്യഥയല്ല, ഖുർആനോദയാണ്. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, മക്കയിൽ എവിടെയും മുന്തിരി ഇല്ലാത്ത കാലം, മുന്തിരിക്കുല കയ്യിൽ പിടിച്ചുകൊണ്ട് ഭക്ഷിക്കുന്നത് കണ്ടു. മക്കയിൽ എന്നൊരു തോട്ടത്തിലും മുന്തിരിയില്ല. അത് ഖുബൈബ് തങ്ങൾക്ക് അള്ളാഹു കൊടുത്തൊരു പ്രത്യേക ഭക്ഷണമാണ്. കനിയില്ല കാലം കനിയെ കൊടുത്തോവർ, കരിഞ്ഞാമരത്തിന്മേൽ കായാ നിറച്ചോവർ. മുന്തിരിയില്ലാത്ത കാലത്താണ് മുന്തിരിയും പിടിച്ച് ഭക്ഷിക്കുന്നത്. എന്റെ ബഹുമാനം ഒഴിവുള്ള സമയമൊക്കെ ഖുർആനോത്തിലാണ്. എന്നെ തടയപ്പെട്ടു പോയി എന്ന വിഷമമില്ല, ഞാനിവിടെ വീട്ടു തടങ്കലിലായി എന്ന ബുദ്ധിമുട്ടില്ല. ഭക്ഷണം അല്ല സെപ്പറേറ്റ് കൊടുക്കുന്നു, ഖുർആനോതുന്നു. കഴുമരത്തിലേറ്റിയ ആ ശരീരം 40 ദിവസം കഴിഞ്ഞിട്ടല്ലേ മദീനത്തുനിന്ന് പോയി സ്വഹാബിമാര് ഇറക്കി വെക്കുന്നത്. കണ്ണ് പോയിട്ടുണ്ടോ? ഇല്ല. രോമം പോയിട്ടുണ്ടോ? ഇല്ല. നഖം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. യാതൊരു ഭേദഗതിയും വന്നിട്ടില്ല. എന്തേ ആ ബഹുമാനം? അവരേറ്റവും ബഹുമാനം കൊണ്ടത് ഖുർആൻ കൊണ്ട് തന്നെ. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസ്സതുഹു. ഖുർആനിന്റെ ആളുകൾ അല്ലാഹുവിന്റെ ആളുകളാണ്. വഖാസ്സതുഹു, അല്ലാഹുവിന്റെ സ്പെഷ്യൽ ആളുകളാണ്, അല്ലാഹുവിന്റെ പ്രത്യേകക്കാരാണ്. അവർക്ക് ബഹുമാനം കൊടുക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ കൊണ്ട് ഇവിടെയും
ഇവിടെയും ബഹുമാനം കിട്ടണം, പരലോകത്തും ബഹുമാനം കിട്ടണം. രണ്ട് ലോകത്തും ബഹുമാനത്തിന് അല്ലാഹു തന്ന ഖുർആന്, നമ്മളല്ലേ ഖുർആന് കൊണ്ട് ബഹുമാനം സ്വീകരിക്കേണ്ടത്. അതിനാദ്യത്തെ വിഷയമാണ് ഞാൻ പറഞ്ഞത്, ഖുർആന് നല്ല ഭദ്രമായി സൂക്ഷിക്കണം. രണ്ടാമത്തെ ഒന്ന്, ആ ഖുർആനിരിക്കുന്ന വീട്ടിൽ അപശബ്ദങ്ങൾ മുഴങ്ങരുത്. ഖുർആന് നാളെ ആഖിറത്തിൽ എതിരായി സാക്ഷി നിൽക്കും. അപശബ്ദങ്ങൾ മുഴങ്ങരുത്. ആ ഖുർആനുള്ള വീട്ടിൽ തെറിപ്പൂരങ്ങൾ ഉയരരുത്. ആ ഖുർആനിരിക്കുന്ന വീട്ടിൽ നല്ല അച്ചടക്കം വേണം, നല്ല ബഹുമാനം വേണം. കാരണം അവിടെ ഖുർആനുണ്ടേ. ഖുർആനുള്ളത് കൊണ്ട് ബഹുമാനമാണ്. ഖുർആനുള്ളത് കൊണ്ട് വലിയ ബഹുമാനം സ്വീകരിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന വിശുദ്ധമായ മദീന, ആ മദീനയുടെ മദീന പള്ളിയിൽ ദർസ് നടത്തുന്ന ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് ഭരണാധികാരിയായ അബൂ ജാഫർ ഉറക്കെ ശബ്ദിച്ചപ്പോ മാലിക് ഇമാം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഇവിടെ അന്തിയുറങ്ങുന്നത് ആരാണെന്ന്? ശബ്ദം പതുക്കെയാക്കി സംസാരിക്കൂ. നിങ്ങൾ രാജാവാണെങ്കിലും അല്ലെങ്കിലും എനിക്കെന്താണ്? നിയമമല്ലേ ഞാൻ പറഞ്ഞു തരേണ്ടത്. ശബ്ദം പതുക്കെയാക്കി സംസാരിക്കൂ. ബഹുമാനത്തിനൊരു കുറവുണ്ടാകരുത്. ആർക്കുള്ള ബഹുമാനം? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സൃഷ്ടികളിൽ അല്ലാഹു ഏറ്റവും ബഹുമാനം നൽകിയതാണ്. ഖുർആൻ സൃഷ്ടിയല്ലല്ലോ, അല്ലാഹുവിന്റെ ഖദീമായ കലാമല്ലേ. ആ കലാം ഇരിക്കുന്നിടത്ത് എങ്ങനെ സഹോദരങ്ങളെ ശബ്ദതരംഗങ്ങൾ മുഴങ്ങുന്നത്, മ്യൂസിക്കുകൾ മുഴങ്ങുന്നത് എങ്ങനെയാണ്? കുടുംബക്കാര് മൊത്തം കൂടിയിട്ട് ബഹളം വെക്കുന്നത് എങ്ങനെയാണ്? അവിടെ ഖുർആനില്ലേ? ഖുർആനുള്ള വീട്ടിന് ബഹുമാനമില്ലേ? നമ്മളെ വീട്ടിനൊന്നും എന്താ ബഹുമാനം കിട്ടാത്തത്? ബഹുമാനം കൊടുക്കാത്തത് കൊണ്ടാണ്. ഖുർആനുള്ള വീട്ടിന് നല്ല ബഹുമാനമുണ്ട്. അതുകൊണ്ട് അച്ചടക്കത്തോടെയാണ് ആ വീട്ടുകാർ താമസിക്കേണ്ടത്. മ്യൂസിക്കിന്റെ ശബ്ദതരംഗങ്ങൾ അവിടെ മുഴങ്ങരുത്. നിങ്ങൾ അഥവാ ട്യൂണ് വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും മദ്ഹോ സ്വലാത്തോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ട്യൂണുകളോ വെച്ചോളൂ. മ്യൂസിക് ആ വീട്ടിൽ നിന്ന് മുഴങ്ങരുത്. അവിടെ ഖുർആനുണ്ട്. അപശബ്ദങ്ങൾ ഉണ്ടാക്കരുത്. ആരോട് ശബ്ദിക്കുന്നതിനും ഒരു പരിധിയും പരിമിതിയും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ഖുർആൻ ഓത്തിന്റെ ഇടയിൽ ശബ്ദിക്കാൻ പറ്റുമോ? ഇല്ല. ഭൗതിക സംസാരങ്ങൾ പറയാൻ പറ്റുമോ? ഇല്ല. ഖുർആൻ കേൾക്കുമ്പോ ശബ്ദിക്കുക എന്നുള്ള സ്വഭാവം അത് മുസ്ലിമിന്റെ സ്വഭാവമല്ല, അതേ മുസ്ലിം അല്ലാത്തവരെ സ്വഭാവമാണ്. വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. ഖുർആൻ ഓതുമ്പോൾ അപശബ്ദം ഉണ്ടാക്കണം. ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ അത് കേൾക്കാത്ത രൂപത്തിൽ ശബ്ദിക്കണം എന്ന് ലോകത്ത് പ്രസ്താവിച്ചവരാരാണ്? വഖാലല്ലദീന കഫറൂ. സത്യനിഷേധികളാണ് ലോകത്ത് അങ്ങനെ പറഞ്ഞത്. കാരണം ഖുർആൻ കേട്ടിട്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലേക്ക് ഒഴുകുമ്പോ ഇതവർക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവർ ചെയ്ത പണിയാണ് ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. അഥവാ കേൾക്കാൻ നിർബന്ധിതരായിപ്പോയ എന്ത് ചെയ്യണം? വൽഗൗ ഫീ. അവിടെ അപശബ്ദങ്ങൾ ഉണ്ടാക്കണം, ഒച്ചപ്പാടുണ്ടാക്കുക. എന്നാ പിന്നെ കേൾക്കൂലല്ലോ, കേട്ടാലല്ലേ കുടുങ്ങുള്ളൂ. കണ്ടാ, അത് അവരുടെ ഭാഷയാണ്. നമുക്കത് പറ്റൂല. അതെ, നമ്മളെ വീട്ടിൽ ഖുർആനൊക്കെ ഇഷ്ടം പോലുണ്ട്. പക്ഷെ റഹ്മത്തും ബർക്കത്തും എങ്ങനെ ഉണ്ടാകും? ഈ ബഹുമാനം സ്വീകരിക്കണ്ടേ? ഈ ബഹുമാനം വേണ്ടേ? നമുക്ക് നല്ലോണം ബഹുമാനം വേണ്ടേ? ഖുർആൻ ഓതുന്നതിന്, ഖുർആനിന്റെ തഫ്സീർ എഴുതുന്നതിന് മഹാന്മാരൊക്കെ സൂക്ഷിച്ച ബഹുമാനം എത്ര വലുതാ. വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ എഴുതുന്നതിന് എപ്പോഴും ഉളൂഓടുകൂടെ, ഉളൂ മുറിഞ്ഞു പോയാൽ എഴുത്തവിടെ നിർത്തിയിട്ട് ഉളൂ എടുത്ത് വന്നിട്ട് തഫ്സീർ എഴുതിയെങ്കിൽ ഖുർആനിന്റെ തഫ്സീറാണ്. അപ്പൊ ഖുർആനുള്ള ബഹുമാനം എത്രയാണ്? ഖുർആനുള്ള ബഹുമാനം ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ശുദ്ധിയുള്ളവരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല. കൈമാറ്റം ചെയ്തു വന്നവർ മുഴുവനും മുതഹ്ഹിരീങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ത്വഹാറത്തുള്ളവർക്കല്ലാതെ തൊടാൻ പറ്റൂലല്ലോ. ജനാബത്തുള്ള ആളുകൾക്ക് ഓതാൻ പറ്റൂലല്ലോ, തൊടാൻ പറ്റൂലല്ലോ. ഇത്തരത്തിൽ അള്ളാഹു ബഹുമാനം നൽകിയിരിക്കുന്നത് വേറെ എന്തിനാണ്? അള്ളാഹുവിന്റെ കലാമിനല്ലേ ആ ബഹുമാനമുള്ളത്. കുട്ടികളോട്, വീട്ടിലുള്ള ചെറിയ കുട്ടികളോട്, ഉമ്മമാരെ
4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് മോളെ ഉമ്മാന്റെ ഖുർആനൊന്നും ഇങ്ങെടുക്കുക എന്ന് പറയുമ്പോ തുളുയില്ലാത്ത കുട്ടി, തെമ്മീജെത്തിയ കുട്ടി, കുട്ടിയുടെ പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു പക്ഷേ കുട്ടിക്ക് അങ്ങനെ ഖുർആൻ എടുത്ത് ഓതാം. നമുക്ക് ഓതാൻ വേണ്ടിയിട്ട് ആ കുട്ടിനെ കൊണ്ട് മുസഹഫ് എടുപ്പിക്കരുത്. അത് ബഹുമാനത്തിന് എതിരാണ്. സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആനിലേക്ക് ഇങ്ങനെ തലതായിത്തിയിരിക്കണമെന്നല്ലേ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്തൊരു ബഹുമാനമാണ്! ഖുർആനിലേക്ക് ഉമിനീര് തെറിപ്പിക്കാൻ പാടില്ല. ഉമിനീര് കയ്യിൽ തൊട്ടുകൊണ്ട് ഖുർആനിന്റെ പേജ് മറിക്കാൻ പാടില്ല. അഥവാ ഉളു മുറിഞ്ഞു പോയാൽ പിന്നെ നീ ഉളു എടുത്ത് വന്നിട്ടല്ലേ ഖുർആന് തൊടാൻ പറ്റൂ. ഉളു ഇല്ലാത്തവർക്ക് ഇത് തൊടാൻ പറ്റൂലല്ലോ. എന്തൊരു ബഹുമാനമാണ് അല്ലാഹു തആല ഖുർആന് നൽകിയത്. ചെറിയ ബഹുമാനമല്ല. വിശുദ്ധ റമളാനു ശരീഫ് വരുന്നതിന്റെ മുമ്പ് തന്നെ ഖുർആനുമായി നമ്മൾ വലിയ ബന്ധം പുലർത്തണം. ഖുർആൻ എപ്പോഴും ബഹുമാനത്തിന് അല്ലാഹു നമുക്ക് നൽകിയതാണ്. മഹാന്മാര് ഖുർആൻ കൊണ്ട് ബഹുമാനം സ്വീകരിച്ചു. ഈ ലോകത്തെ ബഹുമാനം അവർക്ക് ഖുർആൻ കൊണ്ട് സമ്പാദ്യങ്ങൾ കിട്ടിയോ? കിട്ടി. വലിയ ബഹുമാനമല്ലേ ആ മഹാന്മാർക്ക് കിട്ടിയത്. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ഖുർആനിന്റെ ബഹുമാനം ഉദ്ധരിച്ചപ്പോ ഫാത്തിഹത്തുൽ കിതാബിന്റെ ബഹുമാനം മഹാൻ അവർകൾ പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എത്ര വലിയ ബഹുമാനമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഭൂമി ലോകത്ത് ഭൗതികന്മാരായ ആളുകൾക്ക് ഇഷ്ടം പോലെ സമ്പത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് കൊടുത്തതിനേക്കാളും വലുത് തങ്ങൾക്ക് തന്നിട്ടുണ്ട്. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. ഖുർആനുൽ അദീം എന്ന് പേരുള്ള ഒരു സൂറത്തുണ്ട് ഖുർആനിൽ. അത് സൂറത്തുൽ ഫാത്തിഹയാണ്. സബ്അൻ മിനൽ മസാനി എന്നല്ലേ അതിനെ പറ്റി പറയുന്നത്. അഥവാ ആവർത്തനം 2 പ്രാവശ്യം നടന്ന സൂറത്ത്. ഒന്നുകിൽ അങ്ങനെ അർത്ഥമുണ്ട്, അതല്ലെങ്കിലോ എന്നെന്നും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന സൂറത്ത്. നിസ്കരിക്കുമ്പോ ഫർള് നിസ്കാരങ്ങളിലായിട്ട് തന്നെ 17 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നില്ലേ? സുന്നത്ത് നിസ്കാരത്തിൽ വേറെയും ഓതുന്നില്ലേ? വേറെ ചില സംഗതികൾക്കൊക്കെ സൂറത്തുൽ ഫാത്തിഹ എത്ര ഓതുന്നുണ്ട്. ഇത്ര ആവർത്തിക്കുന്ന ഒരു സൂറത്ത് ലോകത്ത് വേറെ ഇല്ലല്ലോ. നിർബന്ധമായി ആവർത്തിക്കാൻ പറഞ്ഞ സൂറത്തുൽ ഫാത്തിഹ വലിയ ബഹുമാനമുള്ള സംഗതിയാണ്. അല്ലാഹു തആല പറഞ്ഞു, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. നബിയേ, അവരിൽ കുറെ ആളുകൾക്ക് നമ്മൾ ദുനിയാവിൽ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്, കോടിക്കണക്കിന്. നിങ്ങൾ അവരെ കോടി നോക്കിയിട്ടാ കണ്ണഞ്ചിപ്പിക്കുന്നത്? അതിനേക്കാളും വലുത് അല്ലാഹു തങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്ത്? സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. എങ്ങനെ ഉസ്താദെ ആ കോടിപതികളെക്കാളും വലിയ ബഹുമാനം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉള്ളത്? ഒന്നാമതായി ഫാത്തിഹ നല്ലോണം ഓതാൻ പഠിക്കണം. ഉസ്താദെ പ്രായമൊക്കെ എത്രയില്ല? പ്രായം പരിധി ഉണ്ടോ ഖുർആൻ ഓത്ത് പഠിക്കുന്നതിനുണ്ടോ? ഇല്ല. 5ാം ക്ലാസ് 10ാം ക്ലാസ് വരെ പഠിക്കാവൂ, പിന്നെ പഠിക്കാൻ പാടില്ല. അങ്ങനെ തിയറി ഉണ്ടോ? എത്ര കാലം കൊണ്ടാ ഒരു മുസ്ലിം പഠിക്കേണ്ടത് അത്ര കാലം കൊണ്ട് പഠിക്കണം എന്നാ നിർബന്ധ. സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ പഠിക്കുന്നത് ഓരോ മുസ്ലിമായ ആണിനും പെണ്ണിനും ഫർള് ഐനാണ്, നിർബന്ധാണ്. മദ്രസയിൽ നിന്ന് പഠിച്ചില്ലേ, സ്പെഷ്യൽ ഉസ്താദുമാരെ വെച്ച് പഠിപ്പിക്കണം. SLC പഠിക്കൽ നിർബന്ധമല്ല, സുന്നത്താണ്. നിങ്ങൾ +2 പഠിക്കൽ നിർബന്ധമല്ല, സുന്നത്താണ്. ഡിഗ്രിന്റെ ഡിഗ്രി പഠിക്കൽ സുന്നത്താണ്. ഇത് നിർബന്ധാണ്. ഫാത്തിഹ സൂറത്ത് പഠിക്കുന്നത് ഖുർആനിൽ ആകെ പഠിക്കൽ നിർബന്ധമുള്ള ഒരു സൂറത്തേ ഉള്ളൂ. ഏതാണത്? സൂറത്തുൽ ഫാത്തിഹ. അത് തെറ്റുകൂടാതെ ഓതാൻ ആദ്യം പഠിക്കണം. നമ്മൾ എപ്പോഴും ഒരു ഫാത്തിഹ, അക്ബറിന്റെ അടുത്തൊരു ഫാത്തിഹ ഉണ്ട്, മരിച്ചാലൊരു ഫാത്തിഹ ഉണ്ട്, ഖബറുമ്പുറത്തൊരു ഫാത്തിഹ ഉണ്ട്, മൗലൂദിലൊരു ഫാത്തിഹ ഉണ്ട്. ഒരു ഒയന്ന ഫാത്തിഹ. ഫാത്തിഹ ഒയന്നുകൊണ്ടല്ലേ, നമ്മൾ ഒയന്നുകൊണ്ടാണ്. ഫാത്തിഹ ഉഷാർ തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഓതുന്നത്, ഇങ്ങനെ ഓതുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരത്തിലും അങ്ങനെ തന്നെ. എന്താ ഈ ഉസ്താദ് വേഗം ഓതി തീർത്താൽ നമ്മളൊക്കെ എന്ന് കഴിഞ്ഞു ഫാത്തിഹ? ഫാത്തിഹ കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴും മുപ്പര ഫാത്തിഹ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ കഴിയാതിരിക്കുക? അങ്ങനത്തെ ആകെ ഫാത്തിഹ ഒരു ദിവസം 100 അല്ല 150 ഓതാ, ഒരു ഫലം ഉണ്ടാവില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ മാലികി യൗമിദ്ദീൻ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് മുസ്തഖീം സിറാത്തൽ ലദീന വൽ മഗ്ദൂബിൽ ളാലീൻ. ഇതാണ് ഫാത്തിഹ. ഇങ്ങനെ ഫാത്തിഹ ഓതണ്ടേ? ഇങ്ങനെയാണ് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതേണ്ടത്. ഓതാൻ ആദ്യം പഠിക്കണം. ഓതാൻ പഠിച്ചിട്ട് ഓതിയാൽ കിട്ടേണ്ടതൊക്കെ കിട്ടും, തരേണ്ടതൊക്കെ അല്ലാഹു തആല തരും. നമ്മൾ ഓതിയിട്ട് എന്താ കിട്ടാത്തത് എന്നല്ലേ ആശങ്ക? ഓത്ത് റെഡിയാക്കണം. 156 അക്ഷരവും
കൃത്യമായി ഓതാൻ പഠിക്കണം. കൃത്യമായിട്ട് ഓതാൻ പഠിക്കണം. ഞാൻ ഒരു തകരാറുണ്ടാകൂല, ഒരു കുഴപ്പമുണ്ടാകൂല. വളരെ റെഡിയാണ് ആ ഫാത്തിഹ. നിങ്ങൾ നോക്ക്, ആ ഫാത്തിഹക്ക് ഈ ദുനിയാവിൽ അല്ല കൊടുത്ത കോടീശ്വരന്മാരുടെ കോടിയേക്കാളും ബഹുമാനമുണ്ടോ? ഉണ്ട്. ഒരൊറ്റ ഉദാഹരണം പറയാം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ യാത്ര പോകുന്നു. യാത്രാമധ്യേ അവർക്ക് വിശന്നു, കയ്യിൽ ഭക്ഷ്യവസ്തുക്കളൊന്നുമില്ല. ഒരു സ്ഥലത്ത് തമ്പടിച്ച് അവര് അടുത്ത് കാണുന്ന വലിയൊരു തറവാട് വീടുണ്ട്. ആ തറവാട്ട് വീട്ടിൽ പോയിട്ട് ഭക്ഷണം വല്ലതും തരുമെന്ന് വെച്ചു. നിങ്ങളെവിടെ? ഞങ്ങൾ യാത്രക്കാരാണ്, മദീനത്ത് നിന്ന് വരികയാണ്. യാത്രാമധ്യേ ഞങ്ങൾ ഭക്ഷണമൊക്കെ തീർന്നു പോയി, ഭക്ഷണം തരുമോ? ഭക്ഷണം തരുമെന്ന് വെച്ചാൽ കൊടുക്കണം കേട്ടോ. കൊടുക്കാത്തതുകൊണ്ട് വലിയൊരു പരാതി അല്ലാഹു തആല ഖുർആനിൽ ഇവരെ പറഞ്ഞിട്ടില്ലേ? ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ ഇസ്തത്വഅമാ അഹ്ലഹാ ഫഅബൂ യുളയിഫുഹുമാ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും ഒരു നാട്ടിലൂടെ പോയിട്ട് ഭക്ഷണം ചോദിച്ചിട്ട് ആ നാട്ടുകാർ കൊടുത്തില്ല. അത് കൊടുക്കാതിരിക്കുന്ന പരാതി തന്നെയാണ്. ആ നാട്ടുകാർക്ക് ഒരു വിഷമം തന്നെയല്ലേ അത്? ആ നാട്ടുകാർക്ക് മൊത്തം വിഷമാണത്. ആ നാട്ടുകാരോട് മൊത്തം ചോദിച്ചോ ഭക്ഷണം? ഇല്ലല്ലല്ല. അവരെത്തിയ ഒന്ന് രണ്ട് വീട്ടുകാരോട് ചോദിച്ചപ്പോ തന്നെ മനസ്സിലായി നാട്ടിന്റെ അവസ്ഥ എന്താണ്. ഈ നാട്ടിലിപ്പോ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നു, ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട് അയാൾ പുറത്തെങ്ങനെ ഇരിക്കുമ്പോ നമ്മളൊക്കെ അയാളെ നോക്കി അങ്ങനെ പോയി, എല്ലാവരും പോയി. അപ്പൊ അയാൾ ഈ നാടിനെ വിലയിരുത്തി. എന്താ വിലയിരുത്തിയത്? ഒരു പരിചയമില്ലാത്ത ഒരാളെ വന്നിട്ട് എവിടുന്നാണ് എന്താണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ചോദിക്കാതെ എല്ലാവരും മുണ്ടും മുറുക്കി പോയെങ്കിൽ ഈ നാട്ടിൽ ഭക്ഷണം തരാൻ പറ്റിയ ഒറ്റ കുട്ടിയില്ല എന്നവർ മനസ്സിലാക്കി. അല്ലേ? പഴയ കാലത്തും ഇപ്പോഴൊക്കെ നാട്ടിലെ മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നാടാണ് ഈ നാട്ടിൽ. അല്ലാഹു ബർക്കത്ത് ദായിമാക്കി തരട്ടെ. മഹാന്മാർക്ക് വലിയ ബഹുമാനമുള്ള നാടാണ് ഈ നാട്. അതുകൊണ്ടല്ലേ മഹാന്മാർ ഇവിടെ വന്ന് കിടന്നാലേ ഇവരുടെ പോയി കിടക്കൂലേ? വലിയ ബഹുമാനമുള്ളത് കൊണ്ടല്ലേ. ഇവിടെ ഒരാളെങ്ങനെ കണ്ടു, നമ്മളെ നാട്ടിലെ സ്വഭാവം എന്താ? നമസ്കാരം കഴിഞ്ഞു, മൂപ്പരാരാ അറിയില്ല, നമ്മൾ പോയി നോക്കാം, പരിചയപ്പെട്ടു. അസ്സലാമു അലൈക്കും, നിങ്ങളെവിടെ? ഞാൻ കുറച്ച് ദൂരത്താണ്, ഇവിടെ വന്ന് ഞാൻ സിയാറത്തിന് വന്ന്. ആ എന്നാ വരി, ഭക്ഷണം കഴിച്ചിട്ട് പോവാ. മൂപ്പർക്കുള്ള ഭക്ഷണം നേരത്തെ പോലെ റെഡിയാക്കിണോ? ഇല്ല. ഉള്ള ഭക്ഷണത്തിൽ നിന്ന് അതിഥിയായി സ്വീകരിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നു. ആ സ്വഭാവമല്ലേ നാട്ടിലുള്ളത്? അത് ഉപ്പാപ്പന്മാര് പഴയ കാലത്തെ പുലർത്തിപ്പോന്ന് നമ്മെ പഠിപ്പിച്ചൊരു ആദരവാണത്. കുറഞ്ഞ വീട്ടുകാരോട് ഭക്ഷണം ചെയ്ത് കൊടുത്തില്ല. അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ. ഒരു ഗ്രാമക്കാരുടെ കൂടെ അവരങ്ങനെ പോയപ്പോ ഭക്ഷണം ചോദിച്ചു. ഫഅബൗ. ആ നാട്ടുകാർ വിസമ്മതിച്ചു. യുളയിഫുഹുമാ, അവരെ സൽക്കരിക്കുന്നതിന്. പിൽക്കാലത്ത് അവരാണ് ആ നാട്ടുകാർ എന്നറിഞ്ഞ കുറച്ച് സ്വഹാബിമാര് മദീനത്തേക്ക് വന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് വന്നിട്ട് അവര് പറഞ്ഞു, കുറേ ഉപഹാരങ്ങളുമായിട്ടാണ് വന്നത്. പ്രസന്റേഷനൊക്കെ ഉണ്ട്. നബിയെ, ഞങ്ങള് മറ്റേ നാട്ടുകാരാണ്, ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. എന്താ വിഷമം? ഖുർആനില് ഞങ്ങളെ ഉപ്പാപ്പന്മാര് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേര് ആ നാട്ടുകാരവരെ സൽക്കരിക്കുന്നതിന് വിസമ്മതിച്ചു എന്നുള്ള ഒരു വിഷയം വന്നിട്ടുണ്ട്. ഞങ്ങളെ നാട്ടുകാരെ പറ്റിയാണല്ലോ അത് വന്നത്. ഏത് നാട് എന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. നാടിന്റെ പേരും എന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അത് ഞങ്ങളെ നാട്ടുകാരെ പറ്റിയാന്ന് പലരും ഞങ്ങളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു തരണം. അബൗ എന്നുള്ളിടത്തുള്ള തായുള്ള പുള്ളി, ബായിന്റെ പുള്ളി ഒന്ന് മേലക്കാക്കിയിട്ട് ഒരു പുള്ളിയും കൂടി ഇട്ടിട്ട് അത്തവും നാക്കി തരണം. അതിനാണ് ഈ പാരിതോഷികങ്ങളൊക്കെ. ചെറിയൊരു ഒരു വകഭേദം, ഒരു മാറ്റത്തിരുത്തൽ. എന്താ ചെയ്യേണ്ടത്? അബൗ എന്നുള്ളിടത്തുള്ള തായുള്ള പുള്ളി എടുത്ത് മേലെ ഇട്ട് ഒരു പുള്ളിയും കൂടി കൊടുത്താൽ അത്തവും. ഈ മഹാന്മാര് സമീപിച്ചു. അയ്യുളയിഫുഹുമാ, അവരെ സൽക്കരിക്കുന്ന ആളുകളെ നായി. അപ്പൊ സൽക്കാരം കിട്ടിയെന്നായി. ഒരു ചെറിയ മാറ്റമൊന്ന് പെടുത്തിയാൽ ഞങ്ങളെ കുടുംബത്തിനും ഞങ്ങളെ നാട്ടുകാർക്കും വലിയ സന്തോഷമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇത് അല്ലാഹു എനിക്ക് തരുന്ന വഹയാണ്. മാ യകൂനു ലീ അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി. എനിക്കത് മാറ്റം വരുത്താനുള്ള അധികാരമില്ല. നിങ്ങൾ കൊണ്ടുവന്നായിട്ടൊക്കെ തൽക്കാലം വേഗം സ്ഥലം വിട്ടോളി. പാരിതോഷികങ്ങളൊന്നും എനിക്ക് വേണ്ട. എനിക്കത് മാറ്റം വരുത്താൻ പറ്റൂല. അത് അള്ളാഹുവാണ് മാറ്റേണ്ടത്. റബ്ബ് തആലയല്ലേ ഖുർആൻ ഇറക്കിയത്. അത് മാറുമോ? വകഭേദം വരുമോ? നാൾക്ക് നാളിങ്ങനെ ഓരോ വർഷം കൂടുമ്പോൾ മാറുന്ന സുവിശേഷ ഇത്? അല്ലല്ലല്ല, ഇത് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമായ ഖുർആനാണ്. അത് മാറ്റം വരുത്താൻ എനിക്ക് പറ്റൂല. അള്ളാഹു തആല എനിക്ക് ഓതി തരുന്നു, വഹീ തരുന്നു, ഞാൻ അങ്ങനെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആ വിശുദ്ധ ഖുർആനിൽ ഈ സംഭവം രേഖപ്പെടുത്തി. ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു മോശപ്പെട്ട സംഗതി തന്നെയാണ്. ഇവരോട് ചോദിച്ചു, ഭക്ഷണം തരുമെന്ന് ചോദിച്ചു ഈ കബീലക്കാരോട്.
ഭക്ഷണം തരൂല എന്ന് പറഞ്ഞവര്. പാവപ്പെട്ട സ്വഹാബിമാര് ഭക്ഷണം തരുമെന്ന് ചോദിച്ചപ്പോ ഭക്ഷണം തരൂല എന്ന് പറഞ്ഞു. തിരിച്ചു വന്നിട്ട് ഭക്ഷണം കിട്ടിയെന്ന് വെച്ചു, അവര് തരൂല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? നമ്മളിവിടെ ഇരിക്കുക, യാത്ര ചെയ്യാൻ മുന്നോട്ട് പോകാൻ കഴിയൂല, വിശപ്പല്ലേ. ഏതെങ്കിലും യാത്രക്കാർ വരുമ്പോ അവരെ കയ്യിൽ മിച്ചമുള്ള ഭക്ഷണം കിട്ടിയിട്ട് അതും കഴിച്ച് നമുക്ക് പോകാം. അവരവിടെ ഇരുന്നു. കുറച്ച് കഴിയുമ്പോ ഏതാ ആ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വരുന്നു, വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? മന്ത്രിക്കാൻ കഴിവുള്ള ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഉണ്ട്. എന്തേ സംഭവം? ഗോത്രത്തലവന് പാമ്പ് കടിയേറ്റു, അല്ലെങ്കിൽ തേള് കടിയേറ്റു. രണ്ട് രൂപത്തിൽ ഡിവായത്ത് കാണാം. പാമ്പോ തേളോ ഒന്ന് കടിച്ചു, കാലനക്കാൻ കഴിയുന്നില്ല. താഴ്ഭാഗത്തുനിന്ന് മേലോട്ട് വിഷമങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗത്തും നീര് കെട്ടിയിട്ട് തടി ഇങ്ങനെ വീർത്തുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത അസ്വസ്ഥതയിലാണ്. നിങ്ങൾ വരുമോ? സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ വരാം. പക്ഷെ നേരത്തെ ഭക്ഷണം ചോദിച്ചിട്ട് തരാത്ത കൂട്ടരാ നിങ്ങൾ. അങ്ങനെ വരൂല. അങ്ങനെ സൗജന്യമായിട്ട് നിങ്ങളോട് സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യന്റെ ഒരു ബഹുമാനല്ലേ ഭക്ഷണം ചോദിച്ചാൽ കൊടുക്കുക എന്നുള്ളത്. അതിൽ മതവ്യത്യാസം ഉണ്ടോ? ഒന്നുമില്ല. അതൊരു മനുഷ്യന്റെ അവകാശമാണ്. ജാതിയും മതവും ഒന്നും നോക്കാതെ കൊടുക്കണ്ടേയല്ലേ ഭക്ഷണം എന്ന് പറഞ്ഞ വെള്ളം തന്നത്. അതുകൊണ്ടല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്. യാത്രക്കാരുടെ കൂട്ടത്തിൽ ഒരു നായക്ക്, അവരെ കൂടെ കാവലിന് പോകുന്ന ഒരു നായക്ക് കൊടുക്കാനുള്ള വെള്ളമാണ് ഒരാളെ പാത്രത്തിലുള്ളത്. ഉളു എടുക്കാൻ സമയമായി. ആ വെള്ളം കൊണ്ട് ഉളു എടുക്കാൻ പറ്റുമോ? ആ നായക്ക് വെള്ളം വേണം. ആ വെള്ളം നായക്ക് വേണ്ടി കരുതി സൂക്ഷിച്ചുകൊണ്ട് മണ്ണ് കൊണ്ട് തേമം ചെയ്യണം എന്നല്ലേ കൽപ്പന. എത്രമാത്രം മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കണം എന്നാണ്. മുഹ്തറമായ ഒരു ജീവി, കാവലിനുള്ള ജീവിയായ നായ മുഹ്തറമായ ജീവിയാണ്, ബഹുമാനിക്കപ്പെടുന്ന ജീവിയാണ്. വേട്ടക്ക് കൊണ്ടുപോകുന്ന നായ ബഹുമാനമുള്ള ജീവിയാണ്. നാട്ടിലെവിടോ ആർക്കും പരിചയമില്ലാത്ത ജീവിയല്ലത്. ആ കൂട്ടത്തിൽ പോകുന്ന ആളുകൾക്ക് കാവൽ നൽകുന്ന നായയാണ് ആ നായ. ആ നായക്കുള്ളൊരു വെള്ളം മാത്രമാണ് കൂടെയുള്ളത്. അതെടുത്ത് കുടിക്കാൻ പറ്റൂല, ഉളു കൊടുക്കാൻ പറ്റൂല. അതിന് പകരം അവർ തയമ്മും ചെയ്തിട്ട് ആ വെള്ളം ആ നായക്ക് കുടിക്കാൻ വേണ്ടി കാത്തു വെക്കണം. ഭക്ഷണം ചോദിച്ചിട്ട് തരാ കൂട്ടരാണ് നിങ്ങൾ. അതുകൊണ്ട് സൗജന്യമായിട്ട് മന്ത്രിച്ചു തരൂല, എന്തെങ്കിലുമൊക്കെ നിശ്ചയിച്ചു തരണം. എന്ത് വേണമെങ്കിലും തരാം, നിങ്ങൾ വന്ന് മന്ത്രിക്കുമെന്ന് വെച്ചു. ആ മന്ത്രിക്കാം. അങ്ങനെ പോയി. ഒരു സ്വഹാബിയാ പോകുന്നത്. 10-30 ചില്ലാനം ആളുകൾ യാത്രയിലുണ്ട്. ഒരാള് പോയിട്ട് ഒരൊറ്റ ഫാത്തിഹയാ ഓതിയത്. ഒരു ഫാത്തിഹക്ക് കോടിയിലധികം വലിയ വിലയാണ്. കോടാനക്കോടി വിലയാണ്. കോടീശ്വരന്മാരുടെ കോടിയിലധികം വിലയാണ്. സഹോദരങ്ങളെ, ആ ഗോത്രത്തലവൻ സമ്പന്നനാണ്. വലിയൊരു ഗോത്രമാണ്, വലിയ സമ്പത്തുള്ളുണ്ട്. വൈദ്യന്മാര് സ്പെഷ്യലായിട്ട് അവിടെയുണ്ട്. പക്ഷേ വൈദ്യ ചികിത്സയും മറ്റൊന്നും ഫലം ചെയ്തിട്ടില്ല. അപ്പോഴാണ് കൂട്ടത്തിലൊരാള് പറഞ്ഞത്, ആ വന്ന ആളുകളെ കൂട്ടത്തിൽ മന്ത്രിക്കുന്ന ആളുണ്ടോന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞതാണ്. നാട്ടുവൈദ്യന്മാര് ധാരാളമുണ്ട് ഗോത്രത്തിന്റെ കീഴില്. ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ട്. അവരൊന്നും പരിശോധിച്ചിട്ടൊരു ഫലവും കിട്ടിയിട്ടില്ല. അപ്പോഴല്ലേ അവര് മന്ത്രം ചോദിച്ചു വന്നത്. ഒരു സ്വഹാബി പോയിട്ട് ഒറ്റ ഫാത്തിഹ ഓതി. തീരുമ്പോഴേക്ക് കാലിന്റെ വണ്ണം കുറഞ്ഞുപോയി, വിഷം മാറിപ്പോയി. കാലൊന്ന് അനക്കാൻ കഴിയാത്ത ഗോത്രത്തലവൻ സന്തോഷത്തോടെ നടക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ നമ്മളെ മനസ്സിൽ സംശയല്ലേ, സാധേ നമ്മൾ കുറെ ഫാത്തിഹ ഓതിയിട്ട് എന്താ അങ്ങനെ കിട്ടാത്തത്? ഒന്ന് കാര്യം പറഞ്ഞ, ഒന്ന് ആദ്യം നമ്മൾ മനസ്സിലൊന്ന് ഈമാൻ നല്ലോണം ഉറപ്പിക്കണം. കുറ്റിയുറപ്പുള്ള ഉറപ്പുറപ്പിക്കണം. കാരണം നമ്മളോട് ആരെങ്കിലും ഒന്ന് 114 ഫാത്തിഹ ഓതിക്കോളൂ എന്ന് പറഞ്ഞാല് പലതും ചെയ്തിന് കൂട്ടത്തിൽ ഇതൊന്നും ചെയ്തു നോക്കാം. പിന്നെ അള്ളാഹു തആല നമുക്ക് തരാൻ വേണ്ടി, തരാതിരിക്കാൻ വേണ്ടി ഉറച്ച വിശ്വാസത്തോടെ ചെയ്യ്. അങ്ങനെയല്ലേ? മരുന്ന് കുടിക്കുന്ന ആൾക്കും മരുന്നിന് വിശ്വാസം വേണ്ടേ? ഒന്ന്. രണ്ടാമതായി എല്ലാ ട്രീറ്റ്മെന്റും നടത്തിയിട്ട് അവസാനം വരുന്ന മേഖലയാണെന്ത്? സാറേ ഞാൻ അവിടൊക്കെ പോയി ലാസ്റ്റ് വേണ്ടത്. ലാസ്റ്റ് വേണ്ടത് ഇതാണോ? ആദ്യം വേണ്ടതല്ലേ? ആദ്യം വേണ്ടതല്ലേ? ചിന്തിക്കേണ്ടേ അതല്ലേ? അതിലല്ലേ നമുക്ക് കൂടുതൽ വിശ്വാസം വേണ്ടത്. അപ്പൊ നമ്മളെ കുടുംബത്തിൽ നിന്ന് അപരാധം അതുകൊണ്ടൊന്നും കാര്യമല്ലപ്പാ, ആ ഹോസ്പിറ്റലിലേക്ക് പോ കഴിഞ്ഞ് ബാക്കിയുള്ളവരുടെ വിശ്വാസം ആ പറച്ചില് പോയി. നിങ്ങളിപ്പോ ആ ഒരു കുപ്പി വെള്ളം വന്നിച്ച് കാത്തിരിക്കുക, എടുത്ത് വണ്ടി വിടും ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർ വന്നിട്ട് 5 ഡോക്ടർമാർ മാറി മാറി പരിശോധിച്ചു. ഒരു ഡോക്ടർക്ക് ഫീസ് 5000 റുപ്യ. രണ്ടാമത് വലിയൊരു വിദഗ്ധനായ ഡോക്ടർ വന്നു, വലിയ മെഡിക്കൽ കോളേജിൽ നിന്ന്. അയാൾക്ക് ഫീസ് 7000 റുപ്യ.
പിന്നെ മൂന്നാമത്തെ ഒരാൾ ഒന്നൊരു ഇഞ്ചക്ഷൻ ചെയ്തു. ഇഞ്ചക്ഷൻ 25,000 റുപ്യ. ഒരൊറ്റ ദിവസം തന്നെ ഇത്. വൈകുന്നേരം ആകുമ്പോഴേക്ക് കൂട്ടി നോക്കുമ്പോഴേക്ക് 75,000 റുപ്യ ചിലവായിട്ടുണ്ട്. നിങ്ങൾ പള്ളിയിൽ ഉസ്താദിനൊന്ന് വിളിച്ചു പറയൂ. അപ്പൊ മറ്റാൾ, അതല്ലേ ഞാൻ ഇന്നലെ പോരുമ്പോ തന്നെ പറഞ്ഞത്, മറ്റാൾ മിണ്ടുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞ ആൾ മിണ്ടുന്നില്ല. ആളിങ്ങനെ നോക്കി നിൽക്കുക. അല്ലെങ്കിൽ ചോദിക്കട്ടെ സഹോദരങ്ങൾ, ഈ ഹോസ്പിറ്റലും സംവിധാനവും ഇത്ര രൂപത്തിലുള്ള ഈ തയ്യാറെടുപ്പൊക്കെ പോകാൻ തുടങ്ങിയിട്ട് പഴക്കം കുറെ ഉണ്ടോ? നൂറ്റാണ്ടുകൾ കുറെ എണ്ണുണ്ടോ? അടുത്ത കാലത്ത് നമ്മളെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ് ഇതൊക്കെ വലുതായിക്കൂട്ടത്. പഴയ കാലത്ത് നമ്മുടെ കുടിലുകളിൽ നിന്ന്, വീടുകളിൽ നിന്ന് ആരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പ്രസവിക്കാൻ പോയിരുന്നോ? ഈ കൂട്ടത്തിൽ തന്നെ എത്ര ആൾക്കാർ പറയും, ഞാൻ എന്റെ പുരയിലാണ് എന്റെ ഉമ്മ പ്രസവിച്ചത്, അല്ലേ? 10 അങ്ങനെ പ്രസവിച്ച ഉമ്മമാരില്ലേ? അന്നൊന്നും എന്താ അതേ മാലകൾ നിലവിലില്ലേ? അതേ ആയത്തുൽ കുർസിയൊക്കെ അല്ലേ? ഈമാനില്ല, ബഹുമാനമില്ല. ആ ഒരൊറ്റ വിഷയം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഇപ്പോഴും അങ്ങനെയുണ്ട് സഹോദരങ്ങളെ. കാരണം പ്രസവം എന്ന് പറയുന്നു, ഗർഭം എന്ന് പറയുന്നു ഒരു രോഗമല്ല. രോഗമല്ലത്. അത് അല്ലാഹുത്തആല തരുന്ന ഒരു നിഅമത്താണ്, അനുഗ്രഹമാണ്. ആ രംഗം വരുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയത്തുൽ കുർസി ഓതാൻ, അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ, ദുആഉൽ ഖർബ് അധികരിപ്പിക്കാൻ ആരോടാ പറയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രസവത്തോടടുത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോടും മൈമൂന ബീവിയോടും പറയുന്നു, ഇഖ്ലാസ് കൂടുതൽ ഓതി, ദുആഉൽ ഖർബ് കൂടുതൽ ചൊല്ലി, ആയത്തുൽ കുർസി കൂടുതൽ ഓതി. നമ്മളോട് ഇപ്പോ പറഞ്ഞാൽ ആയത്തുൽ കുർസി നോക്കി നിൽക്കാം, വണ്ടി എടുത്ത് വിട്. ആ ആയത്തുൽ കുർസിന്റെ ബഹുമാനം കൂടി വാക്കിൽ പോയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. പഴയ കാലത്ത് അങ്ങനല്ല. ഒരു ഉമ്മ പ്രസവിക്കാൻ നിൽക്കാണ്, ഇപ്പുറത്തുന്നതാ ഉപ്പാന്റെ കയ്യിൽ അല്ലെങ്കിൽ എളാപ്പാന്റെ കയ്യിൽ, മൂത്താപ്പാന്റെ കയ്യിൽ ഏട്. അവര് തുടങ്ങി ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലാഇ വബിഹംദിഹി ശുക്റൻ അലൻ നഅമായി ثم الصلاة والسلام على الذي قد خص بالمعراج والإسراء. മറ്റൊരു ഭാഗത്തുനിന്ന് അതാ തുടങ്ങിയിട്ടുണ്ട് ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മാലകളും ബദർ ബൈത്തൊക്കെ തീരുന്നതിന്റെ ഇടക്ക് അപ്പുറത്തുനിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വാങ്ങി കൊടുക്കാൻ തുടങ്ങി. എത്ര സന്തോഷ വാർത്ത അങ്ങനെ കേട്ടത്, എത്ര അനുഭവങ്ങളാണുള്ളത്. എന്തേ അന്നും ഇന്നും മാലകൾക്ക് എന്തേ വ്യത്യാസം വന്നത്? ഈമാനും നമ്മളെ കുറ്റിയുറപ്പും പോയതാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ ദുനിയാവ് മറ്റുള്ളവർക്ക് ഹലാലായി ജീവിക്കാൻ അള്ളാഹു നമ്മളെ കൊണ്ട് മാർഗാക്കി വെച്ചു. അതാ കാരണം ഓൽക്കൊരു ഹലാലാ ജീവിതം കിട്ടണ്ടേ. അതിന് നമ്മളെ ഈമാന്റെ കുറവൊരു കാരണമായി. നമ്മൾ ഓടിച്ചെന്നു അങ്ങോട്ട്, അപ്പൊ അവിടെ ചെലവായി. അല്ല എത്ര ചെലവ് എത്രയെന്നോ? സർജറി മൊത്തം കൂട്ടി നോക്കുമ്പോ 1,20,000. 1,20,000 എന്നാ പ്രസവിക്കാക്ക നല്ലേ? അല്ല പ്രസവല്ല, ഓപ്പറേഷൻ. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഈ ഓതുന്ന ഓത്തിന് ആ 1,00,000-ക്കാളും വലിയ മൂല്യല്ലേ? ഒരൊറ്റ ഫാത്തിഹ സ്വഹാബി ഓതിയപ്പോഴേക്ക് വിശറങ്ങിപ്പോയി. നടക്കുന്ന ഗോത്രത്തലവൻ പറയുന്നു, അവരുടെ ആളുകളുടെ എണ്ണമനുസരിച്ച് ആടിനെ കൊടുക്കൂ. 30 ആടുകളെയുമായിട്ടാണ് ആ സ്വഹാബി സംഘത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ഒരാളാണ് മന്ത്രിച്ചത്, കൊടുത്തത് ഒരാൾക്കല്ല, എല്ലാവർക്കുമാണ്. എല്ലാവരും ഇതേ ലെവലിൽ ഫാത്തിഹ ഓതുന്ന മഹാന്മാരാണ്. ഫാത്തിഹ കൊണ്ട് അല്ലാഹ് നൽകിയ ബഹുമാനമാണ്, ഭക്ഷണമല്ലേ ആ നൽകിയത്. ആ 30 ആടുകളുമായിട്ട് ഇവരെ സവിധത്തിലേക്ക് വന്നപ്പോ സ്വഹാബിമാര് 2 പക്ഷമായി. ഒരു കൂട്ടര് ചിന്തിക്കുന്നു, നമ്മളോട് മന്ത്രിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ കണ്ടീഷൻ വെച്ചിട്ടല്ലേ ഇത് ചോദിച്ചത്. ഇത് ഭക്ഷിക്കുന്നത് ശരിയാകുമോ? പറ്റാത്തത് നമ്മളെ രക്തത്തോട് ചേർന്ന് പോയാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാകൂലേ? നമ്മളിത് കഴിക്കണോ എന്ന് സൂക്ഷ്മതയുടെ ഒരു പക്ഷം. മറ്റൊരു കൂട്ടര് പറഞ്ഞു, നമ്മളിപ്പോ നിർബന്ധിത ഘട്ടത്തിലാണ്, ശവം പോലും തിന്നൽ ഹലാലാകുന്നൊരു ഘട്ടത്തിലാണ്, ഭക്ഷിക്കുന്നതിന് തകരാറൊന്നുമില്ല. ഇനി ഇത് പറ്റൂലെങ്കിൽ നമുക്ക് നബി തങ്ങളോട് ചോദിച്ച് മടക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആടിനറുക്കൂ, വിശപ്പ് മാറ്റൂ, ഭക്ഷണം കഴിച്ചു. പക്ഷെ അവരെ മനസ്സിലെ ഭീതി പോയില്ല. മദീനയിലെത്തിയപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, നബിയെ ഞങ്ങൾ മന്ത്രിച്ചത് ഒരാളാണ്, ഒരു ഫാത്തിഹയാണ് ഓതിയത്, 30 ആടുകളെയാ കൊടുത്തത്. എത്രയാണ് വില?
30 ആടുകൾക്ക് 1 ലക്ഷം മതിയാ? നല്ല മട്ടത്തിലുള്ള ഒരു ആടിനെ കിട്ടാൻ ഒരു 10-12 റുപ്യ വേണ്ടേ? അപ്പോഴാണ് ഫാത്തിഹന്റെ മൂല്യം മനസ്സിലായത്. ഇപ്പോഴാണ് വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം, അവർക്ക് കൊടുത്ത സമ്പത്തിനേക്കാളും വലുത് തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയെ. നല്ല ഉറച്ച വിശ്വാസത്തോടെ ഓതണം. ഓതിയാ റെഡിയാണോ? റെഡിയാണ്. ഫാത്തിഹ ഓതിയ ദുആക്ക് ഉത്തരമുണ്ടെന്ന് പഠിപ്പിച്ചതാരാ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഫാത്തിഹ ഓതിയിട്ട് ദുആർക്കണം, ആ ദുആഇന് ഇജാബത്തുണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മളിപ്പോഴും ആ ആമീൻ പഠിച്ചിട്ടില്ലല്ലേ? വീട്ടിൽ നിന്ന് ഉസ്താദുമാര് ഭക്ഷണം കഴിച്ചിട്ട് അൽ ഫാത്തിഹ, അപ്പൊ നമ്മൾ അൽ ഫാത്തിഹ ആമീൻ ആമീൻ നല്ല കരുതി ആമീൻ പറയണം. ഫാത്തിഹ ഓതിയിട്ട് ദുആർന്നാൽ ഉത്തരം കിട്ടുന്ന ആരാ പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈ ദുആ ഫാത്തിഹ ഓതിയിട്ടാ ദുആർക്കുന്നത്, സാധാ ദുആ അല്ലത്. ഒരു വെറും ബിസ്മിയും ഹംദും സലാത്തും ഇല്ലേ ദുആണോ ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആ? അല്ല, അതും വളരെ ബഹുമാനത്തോടെ ഖൽബൊക്കെ റെഡിയായി നിന്നിട്ട് മനസ്സറിഞ്ഞിട്ട് പറയണം ആമീൻ ആമീൻ. കാരണം നമുക്ക് തന്ന ഉമ്മത്തിന് തന്ന ബഹുമാനമാണ് ഫാത്തിഹ. മുമ്പുള്ള ആളുകൾക്കുണ്ടോ ഫാത്തിഹ? ഇല്ലല്ല, മുമ്പാർക്കും ഫാത്തിഹ കൊടുത്തിട്ടില്ല. മുമ്പൊരാൾക്കും കൊടുക്കാത്ത 2 വിശുദ്ധമായ നൂറ് അല്ലാഹു എനിക്കും എന്റെ ഉമ്മത്തിനും നൽകിയിട്ടുണ്ട്. അതിലൊന്നായി പഠിപ്പിച്ചത് സൂറത്തുൽ ഫാത്തിഹ, ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അദീം. രണ്ടാമത്തത് അവാഖിറു സൂറത്തുൽ ബഖറ, ബഖറ സൂറത്തിന്റെ അവസാനം ഉസ്തജാബത്തു ദഅവത്തായ 7 പ്രാർത്ഥനകളില്ലേ? ആമനർ റസൂൽ 7 ദുആയുണ്ട്. ആമനർ റസൂൽ രണ്ടാമത്തെ ആയത്തിൽ 7 ദുആയുണ്ട്. ആ 7 ദുആകളും ഉത്തരം കിട്ടുന്ന ദുആയാണ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അതുകൊണ്ടാണ് ആയത്തുൽ കുർസി ആമനർ റസൂൽ ഒരു രാത്രിയിൽ ഒരു പ്രാവശ്യം ഓതിയാൽ അയാൾക്ക് ആമനർ റസൂൽ മതിയാകും. എല്ലാ ഷർറിനെ തൊട്ടും കാവലായിട്ട് ആമനർ റസൂൽ മതിയാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിലൊക്കെ മുഅ്മിനീങ്ങളൊക്കെ ഹദ്ദാദ് ഒന്നുണ്ടല്ലേ? പള്ളിയിലൊക്കെ ഹദ്ദാദ്, എല്ലാവരും കൂട്ടുന്നൊക്കെ ഹദ്ദാദ്. ആ ഹദ്ദാദിന്റെ തുടക്കത്തിൽ ആമനർ റസൂലില്ലേ? ആ 2 ആയത്തുകൾ ഒരു രാത്രിയിൽ ഓതിയാൽ കഫതാഹു, ആ 2 എണ്ണം മതി. എല്ലാ ഷർറിനും കാവലിനത് മതി. രാത്രി ബുദ്ധിമുട്ടില്ല, വിഷമങ്ങളില്ല, മഹാമാരികളില്ല. നല്ല കാവലല്ലേ അല്ലാഹ് തരുന്നത് ഖുർആൻ കൊണ്ട്? വലിയ ബഹുമാനല്ലേ കിട്ടുന്നത്? അപ്പൊ കോടിക്കണക്കിന് ആളുകളുടെ ആസ്തിയെക്കാളും വലിയ ബഹുമാനമുള്ള ഒരൊറ്റ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഒന്ന് മാത്രം നല്ലോണം പഠിക്കണം. 156 അക്ഷരങ്ങളും ശരിക്കും മൊഴിഞ്ഞു ഓതാൻ അറിയണം. ഫാത്തിഹ സൂറത്തിലെ ശബ്ദകൾ മുഴുവനും മദ്ദുകൾ മുഴുവനും നീട്ടിയും ശബ്ദമൊക്കെ ശരിക്കും ഉച്ചരിച്ചും ഒരു കുറവില്ലാതെ ഓതി പഠിക്കണം. നമ്മളെ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഫാത്തിഹ ഓതി കൊടുക്കുക. അതിന് മടിയൊന്നും വേണ്ട. എന്തിനാ മടി? നിസ്കാരങ്ങളും ഫാത്തിഹ അല്ലാഹ് കബൂലാക്കാനാണ്. ഉസ്താദെ എന്റെ ഒരു ഫാത്തിഹ നോക്കി നിങ്ങൾ. ഞാനിപ്പോ വയസ്സ് 68 എങ്ങനെ പുസ്തകത്ത് പോയി ഫാത്തിഹ ഓതുക? നല്ല വിനയുള്ള ആളെ മനസ്സാണത്. ഉസ്താദ് എന്റെ ഫാത്തിഹ ഒന്ന് നോക്കി. സംഗതി ബേജാറ് തന്നെയാണ്. കുറെ ഉസ്താദ്മാർക്ക് ഞാൻ ഒന്ന് നോക്കി. അപ്പൊ ആ ഉസ്താദ് ഈ ഖിറാഅത്തിന്റെ സനദുള്ള ഉസ്താദുമാര്, ഈ ഉസ്താദ്മാർക്കൊക്കെ ഖിറാഅത്തിന്റെ സനദുണ്ട്. അവർക്ക് ഖിറാഅത്തിന്റെ സനദും കൊടുത്തിട്ടാണ് ബിരുദം കൊടുത്തും കൊണ്ട് ഇറക്കി വിടുന്നത്. വെറുതല്ല, ഖിറാഅത്തിന്റെ സനദുണ്ട്. മുസൽസലായ സനദാണ് ഖാരിഈങ്ങളെ സനദ്. ആ ഖാരിഈങ്ങൾ ഈ ഉസ്താദുമാരെ ഓത്ത് കേട്ടിട്ട് ആ ഓത്ത് ശരിവെച്ചിട്ടാണ് ഇവർക്ക് തഹ്സീൽ കൊടുത്ത് വിടുന്നത്. അപ്പൊ ആ ഉസ്താദുമാര് നമ്മളെ ഓത്ത് കേൾക്കാൻ ആ ഫാത്തിഹ ഞാനൊന്ന് ഓതിത്തരാം, എന്നിട്ട് വല്ല മാറ്റം ഉണ്ടോ നോക്കാം. ആ ഉസ്താദ് ഓതിയ ആയത്തിൽ അവിടെ അങ്ങനെയാണല്ലോ, ആ ചെറിയൊരു ചേഞ്ച് ഉണ്ട്, ഒന്ന് തിരുത്തിയാൽ മതി, ശരിയാവും. എന്താ ചേഞ്ച്? ഉസ്താദ് ഓതിയപ്പോ ഇയാക്കൊക്കെ ശബ്ദുണ്ട്, നമ്മൾ ഓതിയപ്പോ ഇയാക്കൊക്കെ ശബ്ദില്ല. അല്ലാ, ഗുരുതരമായ പ്രശ്നം. നമ്മൾ ഓതിയപ്പോ ഓത്തൊക്കെ നല്ല ഈണത്തിൽ അങ്ങനെ പോകുന്നുണ്ട്. മാലിക് യൗമിദ്ദീൻ ബാക്കിന്ന് കേൾക്കുന്ന പവർ ഓതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഉദാഹരണം പറയട്ടോ,
ഈ നാളെ മുതൽ ഇങ്ങനെ തന്നെ ഓതി ശീലിക്കണ്ട. അപ്പൊ ഉസ്താദിനടുത്ത് ഓതി നമ്മളിങ്ങനെ ഈ ഓത്തന്നെ ഓതിയപ്പോ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ ആ ആയത്തൊന്നുകൂടി ഓതിയാണ്. അപ്പൊ നമ്മൾ പിന്നെ ഓതി കൊടുത്തു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നൂനൊക്കെ റെഡിയാണ്, അതിനൊന്നും കുഴപ്പമില്ല. അതൊക്കെ തരിമൂക്ക് തന്നെ നല്ല ഉഷാറായിട്ട് ഉന്നത്തോടു കൂടെ വരുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞു ഇയ്യാക്കന്റെ അവിടെ ഒന്ന് കട്ടി കൂട്ടണം, 2 യാ ഉണ്ട്, ശബ്ദ ഉണ്ട്. ഇയ്യാക്കാന്ന് ഓതണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അങ്ങനെ ഓതണല്ലേ ഇയ്യാക, അങ്ങനെ ഓതിയാണ് ഇയ്യാക. അപ്പൊ ഉസ്താദ് നേരത്തെ ഞാൻ ഓതിയ പോലെ, നേരത്തെ നിങ്ങൾ ഓതിയ പോലെ ഓതിയാൽ വലിയ പ്രശ്നമാണ്. കാരണം ശബ്ദില്ലാതെ ഇയ്യാക എന്ന് പറഞ്ഞാൽ ലൗഉ ശംസ്, സൂര്യപ്രകാശം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കൂട്ടി വായിക്കുമ്പോ ഇയ്യാക നഅ്ബുദു സൂര്യപ്രകാശത്തെ നമ്മൾ ആരാധിക്കുന്നു എന്നായി. വ ഇയ്യാക നസ്തഈൻ സൂര്യപ്രകാശത്തോട് നമ്മൾ സഹായം ചോദിക്കുന്നു എന്നായി. അപ്പൊ സംഗതി ആകെ പുറത്താണ് കോലാണ്, വിശ്വാസത്തിൽ തന്നെ പുറത്താണ് കോലാണ്. അർത്ഥം വെച്ച് നോക്കുമ്പോ അർത്ഥം മാറുന്ന പിഴവ് എന്ന് പറഞ്ഞാൽ വലിയ പിഴവല്ലേ? വലിയ പിഴവാണ്. 2 പിഴവുണ്ട്, അർത്ഥം മാറാത്ത പിഴവുണ്ട്, അർത്ഥം മാറുന്ന പിഴവുണ്ട്. ഓത്തുകളിൽ ചില വ്യത്യാസങ്ങൾ വരും, അർത്ഥം മാറാത്ത രൂപത്തിലുള്ള പിഴവ്. ഇപ്പൊ ചില ഓത്തിലൊക്കെ നിങ്ങൾ മൊബൈലൊക്കെ നോക്കുമ്പോ ഇതെന്താ അങ്ങനെ ഓതുന്നത് കരുതണ്ട, ഓത്തിൽ ചെറിയ മാറ്റം വരും. നമ്മളെ നാട്ടില് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം അങ്ങനെ ഓതല്. ചില സ്ഥലത്തൊക്കെ പോയാൽ നമ്മൾ ഇങ്ങനെ കേൾക്കും സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം. അപ്പൊ നമ്മൾ എന്ത് ഓത്താ അയാൾ ഓതുന്നത്? അയാളെ പിന്നാലെ തുടർന്ന് നിസ്കരിക്കാൻ തന്നെ പറ്റൂല, അയാളെ പിന്നാലെ തുടർന്ന് നിസ്കരിക്കാം. അത് അയാൾ പഠിച്ച ഖിറാഅത്ത് ആ കാരിന്റെ ഓത്തിൽ അങ്ങനെയാണ്. അർത്ഥം ഒരു നിലക്കും മാറ്റല്ല, ഒരു നിലക്കും അത് പിഴവുമല്ല, രണ്ടും ശരിയാണ്. ഉസ്താദ് എങ്ങനെ രണ്ടും ശരിയാകല്? ഒരു നിലക്കല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്ത? അല്ല, 7 രീതിയിൽ, അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ 10 രീതിയിൽ, ശൈലിയിൽ ഓതി കൊടുത്തിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു വീട്ടിന്റെ അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്വഹാബി ഓതുന്നുണ്ട്. അവിടെ നിന്ന് ആ ഓത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടും ആരങ്ങൾക്ക് ഓതി തന്നു ചോദിച്ചു. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്നത്, എനിക്ക് ഇങ്ങനല്ലല്ലോ ഓതി തന്നത്, നിങ്ങൾ വരീന്നാണ്. ഈ ഓതിയ സഹാബിയെയും കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പോയി. എന്തേ പ്രശ്നം? തങ്ങൾ എനിക്ക് ഓതി തന്നതല്ലാത്ത ഒരു ശൈലിയിൽ അക്ഷരങ്ങളൊക്കെ ഹർക്കത്തുകളൊക്കെ മാറിയിട്ട് ഈ സഹാബി ഓതുന്നുണ്ട്. ഞാനത് കേട്ടിട്ട് ആകെ ആശയക്കുഴപ്പത്തിലായി പിടിച്ചുകൊണ്ടൊന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഓതി. അപ്പൊ ആ സ്വഹാബി ഓതി. തങ്ങൾ പറഞ്ഞു ഹക്കദാ ഉൻസിലത്, ഇങ്ങനെയും ഓത്തിറക്കപ്പെട്ടിട്ടുണ്ട്, ആയത്ത് ഇങ്ങനെയും അവതരിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ഓതി. ഉമർ റളിയല്ലാഹു അൻഹു അതാൻ പറഞ്ഞു. അപ്പോഴും പറഞ്ഞു വഹക്കദാ ഉൻസിലത്, ഇങ്ങനെയും അവതരിക്കപ്പെട്ടിട്ടുണ്ട്. ഉൻസിലൽ ഖുർആനു അലാ 7 അഹ്റുഫ്, ലോകത്ത് ഒരു കലാമിനും ഒരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത സവിശേഷതയാണ് 7 ഖിറാഅത്ത്, 10 ഖിറാഅത്ത് അല്ലാഹുവിന്റെ കലാമിന് സ്വന്തമാണ്. അതിന്റെ വൈവിധ്യങ്ങളിൽ വലിയ സൗന്ദര്യമുണ്ട്, വലിയ മാറ്റമുണ്ട്, വലിയ സന്തോഷമുണ്ട്. ആശയത്തിൽ അതുകൊണ്ട് വ്യത്യാസമില്ല. വേറെ ചില നാടുകളിൽ പോയാൽ ഖിറാഅത്ത് കേൾക്കും സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം. ഇയാളെ ഈ പള്ളിയിൽ ഇമാമാക്കിയത് എന്ന് കരുതണ്ട. ആ ഓത്ത് ആ കാരിന്റെ ഓത്തനുസരിച്ച് ശരിയാണ്. അപ്പൊ ആ ഓത്തനുസരിച്ച് ബാക്കിയുള്ള സൂറത്തുകളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് അതേ രൂപത്തിലുള്ള മുസാഫ് കിട്ടിയാൽ, കാര്യങ്ങൾ കിട്ടിയാൽ നമുക്ക് ഓതി പഠിക്കാനൊക്കെ പറ്റും. സാധിക്കാത്തൊരു കാര്യമൊന്നുമല്ലത്. 7 ഖിറാഅത്ത് അറിയുന്ന, 10 ഖിറാഅത്ത് പോലും അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ നാട്ടിലുണ്ട്. കേരളത്തിലും കേരളത്തിന്റെ പുറത്തൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എത്ര കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു ബഹുമാനാണ്. അവരെ ഓത്തൊക്കെ ആ ശൈലിയുള്ള ഓത്തൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ അത് പഠിക്കണം എന്നിങ്ങനെ തോന്നിപ്പോകും. കാരണം അത് ഏറ്റവും വലിയ ഒരു സമ്പത്തല്ലേ ആ ഓത്ത്. അതുകൊണ്ട് ഖുർആൻ ഓത്ത് നന്നാക്കണം. നമ്മുടെ കുട്ടികൾക്ക് നന്നായി ഓത്ത് പഠിപ്പിക്കണം. പഠിപ്പിക്കൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്, സുന്നത്തല്ല. ഖുർആൻ ഓത്ത് പഠിപ്പിക്കണം. മക്കളൊക്കെ നല്ലോണം ഓതാൻ പഠിക്കുന്ന അറിയുന്ന ആളുകളാകണം. പിന്നൊന്ന് പറയട്ടെ, ഖുർആൻ ഓത്ത് ശീലമാക്കണം. ഖൽബിന്റെ കേട് മാറിക്കിട്ടാൻ, കുശുമ്പും കുറുമ്പും മാറിക്കിട്ടാൻ, ഈമാന് വർദ്ധിക്കാൻ, മുഅ്മിന് ബഹുമാനം കൂടാൻ ഖുർആൻ ഓതണം. ഖുർആൻ ഓതുന്ന മുഅ്മിനും ഓതാത്ത മുഅ്മിനും ഒരേപോലെയല്ല. മസലുൽ മുഅ്മിൻ അല്ലദീ യഖറഉൽ ഖുർആൻ മസലുൽ ഉത്റുജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഖുർആൻ ഓതുന്ന മുഅ്മിൻ ഓറഞ്ച് പോലെയാണ്.
ഓറഞ്ചിനെയാ തങ്ങൾ ഉദാഹരണമെടുത്തത്. ത്വഅമുഹാ ത്വയ്യിബുൻ വരീഹുഹാ ത്വയ്യിബുൻ. ഓറഞ്ചിന്റെ വാസന നല്ല വാസനയാണ്. ആര് വാസനിച്ചാലും ആർക്കും അതുകൊണ്ട് ഇടങ്ങേറ് വരൂല. അതിന്റെ രുചിയോ നല്ല രുചിയാണ്. എന്താണ് അതുകൊണ്ട് സൂചിപ്പിച്ചത്? ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ രുചി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈമാനാണ്. ആ ഈമാന് നല്ല ഈമാനാണ്. പുറത്തേക്ക് അവനിൽ നിന്ന് വരുന്ന സ്വഭാവമില്ലേ, അവൻ ഖുർആൻ ഓതുന്നവനല്ലേ, നല്ല സ്വഭാവവുമാണ്. അവന്റെ വാസനയും നല്ലതാണ്, അവന്റെ അകവും നല്ലതാണ്, പുറവും നല്ലതാണ്. വാസന വരുന്നത് പുറത്തല്ലേ സഹോദരങ്ങളെ, രുചി കടക്കുന്നത് ഉള്ളിലല്ലേ. ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ ഉള്ളും പുറവും വിശുദ്ധമാണ്. ഖുർആൻ എന്നും ഓതുന്നവനും എന്നും ഖുർആൻ ഓതാത്തവനും മാറ്റമുണ്ട്. മസലുൽ മുഅ്മിനില്ലദീ ലാ യഖറഉൽ ഖുർആൻ. ഖുർആൻ ഓതാത്ത വിശ്വാസിയുടെ ഉദാഹരണം മസലുത് തംറ, കാരക്ക പോലെയാണ്. ലൈസ ലഹാ റീഹുൻ, അതിന് വാസനയില്ല. വത്വഅമുഹാ ത്വയ്യിബുൻ, അതിന്റെ രുചി നല്ല രുചിയാണ്. കാരക്കക്ക് നല്ല ടേസ്റ്റ് ആണ്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ ഉള്ള് നല്ല ഉള്ളാണ്, ഈമാനുണ്ട്. ആ ഈമാനിന് പ്രസരിപ്പ് വേണം, ആ ഈമാനിന് കാതല് വേണം, ആ ഈമാന് മറ്റുള്ളവരിലേക്ക് പ്രകാശം ചുരത്തണം. അതിനെന്ത് വേണം? അതിന് ഖുർആൻ ഓതണം. ഉപ്പമാര് ഉമ്മമാര് ഖുർആൻ ഓതുന്നവരാകണം. എന്നാൽ മക്കളിലും അത് ശീലമാകും. ഭർത്താവ് ഖുർആൻ ഓതുന്ന ആളാകണം. എന്നാൽ സഹധർമ്മിണിയിലും ഖുർആൻ ഓത്ത് ശീലമാകും. അതേ, നമ്മുടെ ഉസ്താദുമാര് ഖുർആൻ എന്നും ഓതുന്നവരാണ്. ശിഷ്യന്മാരായ നമ്മളും എന്നും ഖുർആൻ ഓതേണ്ടവരാണ്. അവര് ഓതും പോലെ നമ്മളും ഓതി പതിവാക്കേണ്ടവരാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഖുർആന് വിടാതെ ഓതി ഓതി ഖുർആനിന്റെ മധുരം ആസ്വദിച്ചപ്പോൾ അവസാന സമയത്ത് രോഗം കലശലായപ്പോഴും മനസ്സിന്റെ സമാധാനത്തിന്, ശരീരത്തിന്റെ കാവലിന്, നല്ല ഹിമ്മത്ത് ലഭിക്കാൻ വലിയ സയ്യിദത്തായ ബീവി നഫീസ റളിയല്ലാഹു അൻഹ ഓതിയതും ഖുർആനാണ്. നോമ്പ് നോറ്റിട്ട് മാദിക്ക് രോഗം കലശലായി. നോമ്പ് കൊണ്ട് രോഗം വന്നതല്ല, നോമ്പിലായിക്കുമ്പോ രോഗം വന്നു. രോഗം മൂർജിച്ചു. ഭർത്താവും കുടുംബക്കാരും കൂടി ഡോക്ടർമാരെ കൊണ്ടുവന്നു. ഡോക്ടർമാര് ചികിത്സിച്ചിട്ട് പറഞ്ഞു നോമ്പൊഴിവാക്കണം, മരുന്ന് കഴിക്കണം. നഫീസ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇസ്രിഫു അന്നി തബീബി വദഊനി വഹബീബി. ഡോക്ടർമാരോട് പോകാൻ പറയൂ, എന്നെയും എന്റെ ഹബീബായ റബ്ബിനെയും നിങ്ങൾ വിട്ടേക്കൂ. എന്നിട്ട് മഹദി പറയുന്നത്, 30 കൊല്ലമായി അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, റബ്ബേ നോമ്പുകാരിയായിട്ട് എന്നെ നീ മൗത്താക്കണേ. പിന്നെ ഞാൻ നോമ്പ് തുറക്കാനോ? എന്നെ നോമ്പ് തുറപ്പിച്ചിട്ട് എന്റെ ചോദ്യവും എന്റെ നീയത്തും നിങ്ങൾ കളയാനോ? എന്നെ നിങ്ങൾ അതിന് കാക്കേണ്ടതില്ല. പിന്നെ മഹദിയുടെ ശരീരത്തിന്റെയും ഖൽബിന്റെയും ഹിമ്മത്തിന് വേണ്ടി ചെയ്യുന്നത് എന്താണ്? ഖുർആനാണ്. ഖുർആൻ ഓതിയാൽ മനസ്സ് നന്നാകുമോ? മനസ്സ് നന്നാകും. ഖുർആനിന് അത്രയും വലിയ കെട്ടുറപ്പുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമ്മളോട് പറയാണ്, മനുഷ്യന്മാരെ നിങ്ങളിലേക്ക് ഇറക്കിയ ഈ ഖുർആൻ ഉണ്ടല്ലോ, ഇതൊരു പർവ്വതത്തിന്റെ മുകളിൽ, ആ പർവ്വതത്തിലേക്കാ നമ്മൾ ഇറക്കിയിരുന്നതെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ആ പർവ്വതത്തെ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഖുർആൻ ഇറക്കിയത് കൊണ്ട്, ഖുർആൻ വന്നത് കൊണ്ടുള്ള ഭക്തിയും, ആ ഭക്തി ഇങ്ങനെ കൂടുതലായിട്ട് പൊട്ടി 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 കഷ്ണങ്ങളായിട്ട് ധൂളികളായി മാറുന്നതും കാണാമായിരുന്നു. ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് കരഞ്ഞുപോയ പർവ്വതങ്ങളുണ്ടേ, മനുഷ്യന്മാര് നന്നായി പഠിക്കാത്തത് കൊണ്ടാണ്. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കണം. ബഹുമാനം കിട്ടണോ? ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കണം. ഏതെങ്കിലും ഒരു ആയത്ത് ഓതുമ്പോ നമ്മളെ മനസ്സിനെ തട്ടുന്ന രൂപത്തിൽ ഒരു അർത്ഥമെങ്കിലും നമ്മൾ പഠിക്കണ്ടേ? പിന്നെ ആർക്കുള്ളതാ ഖുർആന്? ഉസ്താദുമാർക്ക് ഇങ്ങനെ മേറ്റർ നോക്കിയിട്ട് വേള പറയാനുള്ള, നമുക്കൊക്കെ പഠിക്കാനുള്ളതാ ഖുർആൻ.
ഉസ്താദുമാരെ ഉപയോഗപ്പെടുത്തിയിട്ട് ആഴ്ചയിൽ ഒരു ആയത്തെങ്കിലും നമ്മൾ ഓതി പഠിക്കണം, അർത്ഥം പഠിക്കണം. ആ ആയത്തിന്റെ അർത്ഥം ഒരു അരമണിക്കൂർ ക്ലാസ്സിൽ ഉസ്താദ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് പിടിപ്പിക്കുമ്പോ, അങ്ങനെ ഒരു യാസീന്റെ കുറച്ചെങ്കിലും അർത്ഥം തിരിയുമ്പോ ഓതുമ്പോ ഉണ്ടാവില്ലേ നമ്മളെ കൽബിലൊരു സൗന്ദര്യം. വെള്ളിയാഴ്ചയിലെ സബ്ബീസ്മയും ഹല്ലത്താക്കൊക്കെ ഓതുമ്പോ അതിലിങ്ങനെ ചിന്തിക്കുമ്പോ, ഉസ്താദ് ഓതുമ്പോ നമ്മളെ നാവുകൊണ്ട് ഓതാൻ പറ്റൂല, നമ്മളത് കേൾക്കുക വേണ്ടിയത്. കേൾക്കുമ്പോ അതിന്റെ അർത്ഥങ്ങളും കൂടി കിട്ടുകയാണെങ്കിൽ എന്തോ രസമുണ്ടാവും. ആ അർത്ഥങ്ങൾ ചിന്തിച്ചിട്ടല്ലേ അറബികളൊക്കെ പൊട്ടി പൊട്ടി കരയുന്നത്. അപ്പൊ നമ്മളെ ആൾക്കാർ ഇങ്ങനെ നോക്കുക, ഇവലെന്തിനാ കരയണത്, ഇവലെന്തിനാ ഇങ്ങനെ കരയണത്, ഓലെന്തിനാ കരയുന്ന. ആ കരച്ചിന്റെ രസം കിട്ടിയെങ്കിലല്ലേ ഇപ്പുറത്ത് കരയിലുണ്ടാവുള്ളൂ. അത് കിട്ടണമെങ്കിൽ അർത്ഥങ്ങൾ പഠിക്കണ്ടേ, നല്ലോണം അർത്ഥതലങ്ങൾ പഠിക്കണം. ഖുർആനിന്റെ ആശയങ്ങൾ തഫ്സീർ വെച്ച് ഉസ്താദുമാരെ ഉപയോഗപ്പെടുത്തിയതിന്റെ ക്ലാസുകൾ പഠിക്കണം. നമ്മളെ സമൂഹത്തിന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വന്നൊരു കുറവാണ്. ഖൽബിന്റെ കീടങ്ങൾ മാറ്റാൻ ഏറ്റവും വലിയ മരുന്ന് ഖുർആനാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആന് പോലെ മരുന്നില്ല. ടെൻഷൻ മാറണോ, വിഷമങ്ങൾ മാറണോ, മനസ്സ് ക്ലിയർ ആകണോ, സങ്കടങ്ങൾ നീങ്ങണോ, ചാബല്യങ്ങൾ നീങ്ങണോ, ഭൗതിക പ്രേമങ്ങളും പ്രണയങ്ങളും മാറണോ, ഇലാഹിയായ ചിന്ത വേണോ, മുത്തുനബിതങ്ങളോടുള്ള മഹബത്ത് നിന്റെ സിരകളിൽ രൂഢമൂലമാകണോ, അള്ളാഹുവിന്റെ ഖുർആന് പഠിച്ചോ, ഖുർആന് ക്ലാസ് നല്ലോണം കേട്ടിട്ട് മനസ്സിലാക്കിക്കോ. പർവ്വതങ്ങൾ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി കരഞ്ഞുപോയി. കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞതിന്റെ ഉള്ളിലെ കണികകൾ, അതിന്റെ ഉള്ളിലെ ജലകണികകൾ മുഴുവനും വറ്റി വരണ്ടുപോയി. ഒരു യാത്രയിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ പോകുന്ന ജാഫർ ത്വയ്യാർ റളിയല്ലാഹു അൻഹു, ജാഫർ ബിൻ അബീ ത്വാലിബ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ ദാഹിക്കുന്നുണ്ട്, വെള്ളം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, അതാ കാണുന്ന പർവ്വതം, ആ പർവ്വതത്തിനോട് പോയിട്ട് എന്റെ ഒരു സലാം പറയണം. എല്ലാ ലോകത്തിനും അറിയുന്ന നേതാവല്ലേ അവിടുന്ന്. പർവ്വതങ്ങൾക്കും അറിയാം, കല്ലുകൾക്കും അറിയാം, മരങ്ങൾക്കും അറിയാം, മൺതരികൾക്കും അറിയാം. അറിയാത്ത ഒരാളും ഇല്ലല്ലോ ലോകത്ത്. ആ പർവ്വതത്തിനോട് എന്റെ ഒരു സലാം പറയണം. എന്നിട്ട് പറയണം, ഇൻകാന ഫീകി മാഉൻ, നിന്നിൽ വെള്ളമുണ്ടെങ്കിൽ വെള്ളം കുറച്ചെനിക്ക് നീ ചുരത്തിത്തരണം, കുടിക്കാനാ. ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോയിട്ട് പർവ്വതത്തിനോട് സലാം പറഞ്ഞു. ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതനാണെന്ന് പറഞ്ഞു. പർവ്വതം സുന്ദരമായ അറബി ഭാഷയിൽ സലാം മടക്കി. എന്നിട്ട് പറഞ്ഞു, ജാഫർ തങ്ങളോട്, അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ പോയിട്ട് പറയണം, എന്റെ ഉള്ളിൽ ഒരുപാട് വെള്ളങ്ങൾ ഉണ്ടായിരുന്നു, ജലാശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ പാറയുടെ ഉൾഭാഗത്ത് ഒരുപാട് പേർക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ടായിരുന്നു. പക്ഷേ ഖുർആനിൽ ഒരായത്തിറങ്ങിയപ്പോൾ അന്നു മുതൽ ഞാൻ കരഞ്ഞ് 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 എന്റെ ഉള്ളിലെ ജലകണികകൾ മുഴുവനും വറ്റി വരണ്ടുപോയി. ഇന്ന് നിങ്ങൾക്ക് തരാൻ ഒരിറ്റ് വെള്ളം പോലുമില്ല. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് എന്ന ആയത്തിറങ്ങിയപ്പോ ആ നരകത്തിൽ കത്തിക്കുന്ന കല്ല് ഞാനാകുമോ? വലിയ ഒരു പാറയുണ്ടല്ലോ ഈ പർവ്വതത്തിന്റെ ഒത്ത നടുവിലായിട്ട്, ഈ പാറ നാളെ നരകത്തിലിട്ട് കത്തിക്കപ്പെടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞ് 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 ഉള്ളിലെ ജലകണികകൾ മുഴുവനും വറ്റി വരണ്ടുപോയി. നിങ്ങൾക്ക് തരാൻ വെള്ളം ഏതുമില്ല. ആ പർവ്വതം വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയില്ലേ? ഓ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെയും പായിപ്പിക്കണം. അപ്പോഴാണ് ഭൗതിക പ്രേമങ്ങളിൽ നിന്ന്, പ്രണയങ്ങളിൽ നിന്ന്, ചാബല്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ മുക്തമാക്കാൻ കഴിയുക. അതല്ലേ അള്ളാഹു പറഞ്ഞത്, ഏറ്റവും നല്ല ഉപദേശം, ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. മനസ്സിന്റെ രോഗങ്ങൾക്കുള്ള ശമനമില്ലേ, അത് ഖുർആനാണ്. രണ്ട് നിലക്കും ഖുർആന് ശിഫയാണ്.
ബാഹ്യാർത്ഥത്തിലുള്ള രോഗങ്ങൾക്കും ആന്തരികാർത്ഥത്തിലുള്ള രോഗങ്ങൾക്കും ഖുർആൻ ശിഫയാണ്. ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടോ, ഖുർആൻ ശിഫയാണ്. കണ്ണിന്റെ കാഴ്ച കുറയുന്നുണ്ടോ, ഖുർആൻ ശിഫയാണ്. പ്രായാധിക്യം കൊണ്ട് വരുന്ന അസുഖമുണ്ടോ, ഖുർആൻ ശിഫയാണ്. ഏത് അസുഖങ്ങൾക്കും ഖുർആനിൽ ശിഫയുണ്ട്. നമ്മളത് പഠിക്കണം, അത് പകർത്തണമെന്ന് മാത്രം. തലവേദനക്ക് ഖുർആൻ മാത്രം ഓതിയിട്ട് തലവേദന മാറ്റിയ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മളോട് നിൽക്കും ഉസ്താദെ തലവേദനക്കുള്ള മന്ത്രം ഖുർആനിലോ, ഞങ്ങൾ ഇത്രയും കാലമായിട്ട് കേട്ടിട്ടില്ലല്ലോ എന്നേ നമ്മൾ പറയുള്ളൂ. നമ്മൾ പഠിക്കാത്തോണ്ട്, അല്ലാതെ വേറെന്ത് പറയാ. പല്ലുവേദനക്ക് ഓതേണ്ട ആയത്ത് ഏതാന്ന് വെച്ചാൽ, പല്ലുവേദനക്ക് അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ? നമ്മൾ ഇതുവരെ കേട്ടില്ലല്ലോ, മദ്രസ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ എന്തെന്നാണ് ഈ പറയുന്നത്? അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ സഹോദരങ്ങളെ, ഖുൽ ഹുവല്ലദീ അൻശാകും, ഓതിവാക്കി തബാറക്കൊന്നുമല്ല, ഖുൽ ഹുവല്ലദീ അൻശാകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തഷ്കുറൂൻ. പല്ലുവേദനയുള്ളയിടത്ത് വിരല് വെച്ച് 7 പ്രാവശ്യം ഈ ആയത്ത് ഓതിയാല് പല്ലുവേദനക്ക് ശമനമുണ്ടാകുമെന്ന് പഠിപ്പിച്ചത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പഠിപ്പിച്ചത്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. ഖുൽ ഹുവല്ലദീ അൻശഅകും മിൻ നഫ്സിൻ വാഹിദ, ഖുൽ ഹുവല്ലദീ അൻശഅകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വമുസ്തഖറും വമുസ്തൗദഅ ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യഫ്ഖഹൂൻ എന്നൊരായത്ത് സൂറത്തുൽ അൻആമിലുണ്ട്. അതും ഇതേ രൂപത്തിൽ 7 പ്രാവശ്യം വേദനയുള്ള പല്ലിന്റെ മേലെ വെച്ച് ഓതേണ്ടതാണ്. നമ്മൾ പഠിക്കാത്തതുകൊണ്ട് പലരും പറയും ഉസ്താദേ വേദന കൊണ്ട് പറിക്കാനുള്ളതൊക്കെ പറഞ്ഞുപോയി, ഇപ്പൊ പഠിച്ചിട്ട് എന്താ കാര്യം? ഈ ബാക്കിയുള്ളവർക്ക് വേദന വരുമ്പോ ഓതി കൊടുക്കാൻ പഠിച്ചോളി. പ്രസവം കഴിഞ്ഞിട്ടുള്ള കുട്ടിനെയും ഉമ്മയെയും ഒരുമിച്ചിരുത്തിയിട്ട് ഖുർആനിൽ നിന്ന് ഓതേണ്ട ആയത്തേതാ? അങ്ങനെ ഒരു ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിലുണ്ടോ? ഈ കാലഘട്ടത്തിൽ നമ്മളത് കൂടുതൽ പഠിക്കണ്ടേ? ആ കുട്ടിയെയും ആ ഉമ്മയെയും കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നടക്കാൻ വിധിക്കപ്പെട്ട ആളുകളാകരുത്. നമ്മള് ഹതഭാഗ്യരാകരുത്. നമ്മൾ അവർക്ക് നല്ല ആത്മീയമായ വെളിച്ചം കൊടുത്തിട്ട് നല്ല ആരോഗ്യത്തോടെ അവരെ വളർത്തുന്നവരാകണം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പഠിപ്പിച്ചില്ലേ, ഉമ്മയെയും കുട്ടിയെയും ഒരുമിച്ച് ചേർത്ത് കിടത്തിയിട്ട്, അഥവാ ഉമ്മാന്റെ അപ്പുറത്ത് കുട്ടിയെ കിടത്തിയിട്ട് സൂറത്തുൽ അറാഫിലെ 54-ാമത്തെ സൂക്തം ഓതി കൊടുക്കണം. ഇന്ന റബ്ബകുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. അതാ ഉമ്മയെയും കുട്ടിയെയും ഓതി കേൾപ്പിക്കേണ്ട ആയത്താണ്. എത്രമാത്രം വലിയ ബഹുമാനാണ്. ആകെ വലത്തേ കാതിലൊരു വാങ്ങും ഇടത്തേ കാതിലൊരു ഇക്കാമത്ത് കയറുള്ളൂ അല്ലേ? ആ വലത്തേ കാതിൽ വാങ്ങിന്റെ പുറമെ ഇഖ്ലാസ് സൂറത്ത് സുന്നത്തില്ലേ? അങ്ങനെ ഒരു സുന്നത്ത് ഉണ്ടാ? ഈ ഉസ്താദ് പുതിയ കിതാബ് എന്ന് പറയാം. പുതിയ കിതാബ് എന്ന ഉസ്താദെ പഴയ കിതാബ് തന്നെയല്ലേ? അതേ കാതിൽ തന്നെ വൈന്യൂറിയല്ലേ? ഇതൊക്കെ തിരിയുന്ന ഉസ്താദുമാരെ കൊണ്ടുപോയിക്കോളൂ. എന്നിട്ട് 2000 10,000 അവർക്ക് കൊടുത്തേക്ക് ഒരു ആയത്ത് ഉസ്താദ് ഒരു ആയത്ത് ഓതുമ്പോൾ നിങ്ങൾ 10,000, ഒരു സൂറത്ത് ഓതി 30 ആട് കൊടുത്തു. നമ്മളെ 10,000 വില 1000 വില നമുക്കറിയാത്തോണ്ടല്ലേ. വലത്തെ കാതിൽ ഓദിക്കോ, കുട്ടിയെ കിട്ടിയ ഉടനെ ഓദിക്കോ, ആ കുട്ടിക്ക് ശൈത്താനിന്റെ ശല്യം ഉണ്ടാകൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു മൗലൂദിൻ, പ്രസവിക്കപ്പെടുന്ന ഏത് കുട്ടികളെയും ശൈത്താൻ വന്നിട്ടൊന്ന് ഞെക്കും, ഒന്ന് സ്പർശിക്കും, ഒന്നൊന്ന് അമർത്തിപ്പിടിക്കും. അപ്പോഴാ കുട്ടികളൊക്കെ കരയുന്നത്. കുട്ടി കരഞ്ഞോന്നല്ല നമുക്ക് റിസൾട്ട് ഇട്ടുണ്ട്. ആ കുട്ടി കരഞ്ഞു, ആ എന്നാ കുട്ടിക്ക് കോർങ്ങേടൊന്നുമില്ല. കുട്ടി കുറച്ചുകൂടെ ഞാൻ ചിരിച്ചോ, ആ എന്നാ കുട്ടിക്ക് ബുദ്ധി റെഡിയാണ്. ഇതല്ലേ തിരിയേണ്ടത്. ഈ കരയുന്നത് എങ്ങനെ മനസ്സിലായോ? ശൈത്താനിന്റെ സ്പർശനം കൊണ്ടാണ്. തങ്ങൾ പറഞ്ഞു ഇല്ലാ മറിയമ വബ്നഹാ,
അതിൽ നിന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒഴിവാണ്. അതിൽ നിന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പുത്രനായ മസീഹ് ഈസാ അലൈഹിസ്സലാം ഒഴിവാണ്. എന്തേ അവരെ മാറ്റി നിർത്തിയത്? എന്തേ അവരെ ഒഴിവാക്കി നിർത്തിയത്? ബഹുമാനപ്പെട്ട ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ പ്രായാധിക്യത്തിൽ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ഒരു കുഞ്ഞുണ്ടാകണമെന്നൊരു ആഗ്രഹം തോന്നിയത് എപ്പോഴാണ്? ഒരു തള്ളപ്പക്ഷി ഭക്ഷണങ്ങൾ ശേഖരിച്ച് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളിലേക്ക് ഇങ്ങനെ ഭക്ഷണം പകർന്നു കൊടുക്കുമ്പോ ആ തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്ന ഈ ഒരു സ്നേഹം, ആ തള്ളപ്പക്ഷി ഈ കുഞ്ഞുങ്ങളെ പോറ്റുന്നൊരു സ്നേഹം ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ കണ്ട് ആസ്വദിച്ചപ്പോ പടച്ച റബ്ബിനോട് പറഞ്ഞു, റബ്ബേ നീ എനിക്കൊരു കുഞ്ഞിനെ തന്നിരുന്നെങ്കിൽ ആ രൂപത്തിൽ സ്നേഹത്തോടെ എനിക്ക് ആ കുട്ടിയെ പോറ്റി വളർത്താമല്ലോ. പ്രാർത്ഥിക്കുന്നത് പ്രായാധിക്യത്തിലാണ്, 80 വയസ്സിന് ശേഷമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു, നല്ല ഒരു കുഞ്ഞിനെ കൊടുത്തു. ഗർഭമുണ്ടായി, ഗർഭധാരണം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോഴേക്ക് തന്നെ മഹദി പറഞ്ഞു, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. എന്റെ വയറ്റിൽ ഗർഭധാരണം നടന്നിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അല്ലാഹ്. അതുകൊണ്ട് ഈ വയറ്റിലുള്ള കുഞ്ഞിനെ നിന്റെ വിശുദ്ധമായ ബൈത്തുൽ മഖ്ദിസിലേക്ക് ഖിദ്മത്തെടുക്കാൻ പറ്റുന്നൊരു നേർച്ചയാക്കി ഞാൻ അങ്ങ് നിശ്ചയിച്ചു പോയി. നീ അത് സ്വീകരിക്കണേ അല്ലാഹ്. ഗർഭധാരണം നടന്നു കഴിഞ്ഞപ്പോ മഹദിയുടെ ഒരു താല്പര്യമാണ്, പ്രസവിച്ചു നോക്കുമ്പോൾ അത് പെൺകുഞ്ഞാണ്. മഹദി പറഞ്ഞു, അല്ലാഹ് റബ്ബി ഇന്നി വലഅതുഹാ ഉൻസാ, ഞാൻ പ്രസവിച്ചത് പെൺകുഞ്ഞായല്ല അല്ലാഹ്, വിഷമം പറഞ്ഞതല്ല. പള്ളിയുടെ ഖിദ്മത്തിന് നിശ്ചയിക്കപ്പെടാറുള്ളത് പെണ്ണുങ്ങളെയല്ല, ആണുങ്ങളെയാണ്. വലൈസ ദക്കറു കല്ലുൻസാ, പള്ളിന്റെ ഖിദ്മത്തിന് പറ്റുന്ന പുരുഷൻ സാധാ പെണ്ണുങ്ങളെ പോലെയല്ലല്ലോ. അതുകൊണ്ട് പെണ്ണിന് ബഹുമാനം പറ്റി ഇടിച്ചു താഴ്ത്തി എന്ന് കരുതണ്ട, അത് പെണ്ണിന് അല്ലാഹു കൊടുത്തൊരു എളുപ്പമാണ്. പള്ളിയിലേക്ക് വരാതെ കാര്യങ്ങൾ നിർവഹിക്കാതെ അവർക്ക് അല്ലാഹു കൂലി കൊടുക്കുന്നുണ്ട്. നമുക്ക് കൂലി കിട്ടണമെങ്കിൽ അധ്വാനിക്കണം പുരുഷന്മാരെ. ജമാഅത്തിന് വന്നെങ്കിലേ കിട്ടൂ, അവർക്ക് വരാതെ കിട്ടുന്നുണ്ട്. ജുമുഅക്ക് വന്നെങ്കിലേ കിട്ടൂ, ജനാസയുടെ കൂടെ പോയെങ്കിലേ കിട്ടൂ. അവർ വരാതെ തന്നെ ചുരുങ്ങിയ സേവനങ്ങളെ കൊണ്ട് ഇതെല്ലാം അല്ലാഹുർക്ക് നൽകുന്നുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. ആ ഒരു എളുപ്പത്തിനാണ്, അല്ലാതൊരു വകതിരിവിനും ഒരു ഇടിച്ചു താഴ്ത്താനും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും തരം താഴ്ത്താനും വേണ്ടി ചെയ്തതല്ല. പക്ഷേ പടച്ചോനെ ഞാൻ എന്ത് ചെയ്യും? അല്ലാഹു തആല ആ പ്രാർത്ഥന, ആഗ്രഹം സാധിച്ചിട്ട് കിട്ടിയ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലെ, മറിയം ബീവി എന്ന കുട്ടി മടിയിലേക്ക്, ഹന്നത്ത് ബീവിന്റെ മടിയിലേക്ക് ആദ്യ ഘട്ടത്തിൽ വന്നപ്പോ മഹദി അങ്ങ് ചൊല്ലി, വ ഇന്നി ഉഈദുഹാ ബിക വ ദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, ഈ കുട്ടിക്കും ഈ കുട്ടിന്റെ സന്താന പരമ്പരകളെയും പിശാചിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പിശാച് തൊട്ടിട്ടില്ല. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പുത്രനായ മസീഹ് ഈസാ അലൈഹിസ്സലാം അവരെയും പിശാച് തൊട്ടിട്ടില്ല. അപ്പൊ നമ്മളെ നേതാവിനെയോ, നമ്മളെ നേതാവ് ജനിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഇബ്ലീസുൽ ലഈൻ കാര്യം അറിയുന്നത് തന്നെ. കാര്യം അറിയുന്നതന്നെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്. നേരം പുലർന്നിട്ട് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആദ്യം സൂര്യന്റെ കിരണങ്ങൾ പുറത്തേക്ക് വെളിവാകുമ്പോ ഇബ്ലീസ് അവന്റെ അനുയായികളോട് പറഞ്ഞൊന്ന് മുകളിലേക്ക് പോയി നോക്കണം, ആകാശത്തിലെ വാർത്തകൾ കൊണ്ടുവരണം. ഒന്നാൻ ആകാശത്തിലേക്ക് പോകാൻ എപ്പോഴും ഒരു പെർമിറ്റ് ഉണ്ടായിരുന്നു. അവർ മുകളിലേക്ക് അങ്ങ് പറന്നുയർന്നപ്പോഴാണ് ഉൽക്കവർഷം നടന്നത്. തുല്യതയില്ലാത്ത രൂപത്തിൽ പിശാചുക്കളുടെ ശരീരത്തിന് മുഴുവനും കരിഞ്ഞു കളഞ്ഞ ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങളും കരിഞ്ഞുണങ്ങിയിട്ട് അവർ താഴോട്ട് വന്നിട്ട് പറഞ്ഞു, മുകളിലേക്ക് കയറാൻ പറ്റൂല, തടസ്സം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ശരീരം മുഴുവനും അവിടെ നിന്ന് ഉൽക്കവർഷമുണ്ടായിട്ട് നക്ഷത്രങ്ങളെ കൊണ്ട് ഏറുകിട്ടിയിട്ട് കത്തിക്കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ട്. പലരുടെയും പല ശരീരങ്ങളുടെയും ഭാഗങ്ങൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോഴാണ് ഇബ്ലീസ് പറയുന്നത്, ക്യാപ്റ്റൻ പറയുന്നത്, എങ്കിൽ ഇന്ന് ഭൂമിയിൽ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഒന്നും നടക്കാത്തൊരത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലേ
സ്പർശിക്കുന്നത്. അപ്പോഴാണ് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോ ശരിയാണ്, അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം ഇന്ന് സന്തോഷത്തിലാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞുപോയി. എന്റെ സ്വാധീനം മുഴുവനും നഷ്ടപ്പെട്ടു പോയി. ഇനി മുകളിലേക്കുള്ള സ്വാധീനം പൂർണ്ണമായും കൊട്ടിയടക്കപ്പെട്ടു. ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇനി ഒരു വാർത്തയും കട്ടുകെട്ട് കൊണ്ടുവരാൻ പറ്റൂല. ഭൂമിയിലും എന്റെ സ്വാധീനത്തിന്റെ ശക്തി കുറഞ്ഞു. മുമ്പുള്ള സമൂഹത്തിലെ നബിമാരുടെ അനുയായികളെ കീഴ്പ്പെടുത്തിയതുപോലെ ഈ ഉമ്മത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളെ കീഴ്പ്പെടുത്താൻ കുറച്ച് പണിയാണ്. പെട്ടെന്നൊന്നും എല്ലാവരും കിട്ടൂല. ഔലിയാക്കളിൽ തന്നെ വന്നപ്പോ പലരെയും ആട്ടി ഓടിച്ചില്ലേ ഇബ്ലീസിനെ? ആട്ടിപ്പറത്തിച്ചില്ലേ അവരെ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ എത്ര വലിയ പേടിയാണ് ഇബ്ലീസിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഉമറേ നിങ്ങൾക്കല്ല വലിയ ബഹുമാനാ തന്നത്. ഇദാ സലക്ത ഫജ്ജൻ സലക ശൈത്താനു ഫജ്ജൻ ഗൈറ ഫജ്ജിക്. നിങ്ങളൊരു വഴിക്ക് പ്രവേശിച്ചാൽ മറ്റൊരു വഴിക്ക് ശൈത്താൻ പോകും. ആ വഴിക്ക് വരൂല, ലെവലായിട്ടും വരൂല, പിന്നാലെയും വരൂല. അള്ളാഹു നിങ്ങൾക്ക് തന്നൊരു ബഹുമാനാണത്. എത്ര വലിയ പേടിയാണ് അവരെ. കീഴ്പ്പെടുത്താൻ കഴിയൂല, സ്വാധീനിക്കാൻ കഴിയൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൽ തന്നെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത ആളുകൾ ധാരാളമുണ്ട്. ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞ അതുകൊണ്ടല്ലേ. ഏതെങ്കിലും ആളുകളുടെ ജന്മത്തെ ഇബ്ലീസ് കരഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഏതെങ്കിലും ആളുകൾ ഭൂമിയിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ ഇങ്ങനെ അട്ടാസിച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? ഇല്ല. വല്ലാത്തൊരു കരച്ചിലാണ് അവന്റെ സങ്കടം. അപ്പോഴല്ലേ അവൻ കഥ അറിയുന്നത്, പിന്നെയല്ലേ തൊടുന്നത്. വിവരങ്ങൾ അറിയുന്നത് തന്റെ സമയം കുറെ കഴിഞ്ഞ ശേഷമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് നമ്മോട് പഠിപ്പിച്ചത് ശൈത്താനിന്റെ സ്പർശനമില്ലാതിരിക്കാൻ വലത്തേ കാതിൽ വാങ്ങും, അതുപോലെ തന്നെ ഇടത്തേ കാതിൽ ഇഖാമത്തും നിർവഹിക്കുമ്പോ ആ വലത്തേ കാതിൽ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. കൂടെ വഇന്നീ യുഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്താനിർ റജീം. എന്നാ പിന്നെ മാനസിക രോഗം, അപസ്മാര രോഗം ഒന്നും ഉണ്ടാകൂല. സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ സ്വീകരിക്കണം. ബറക്കത്തുള്ള മഹാന്മാരെ കൊണ്ട് തഹ്നീക്ക്, മധുരം കൊടുക്കുക എന്നുള്ള സംഗതികളൊക്കെ പഴയ കാലത്ത് എത്ര സന്തോഷത്തോടെ നടന്നിരുന്നു അല്ലേ? ഇപ്പൊ എന്താ തഹ്നീക്ക് എന്ന് പറഞ്ഞാല് തേന് ഒരു വരയിലാക്കിയിട്ട് അങ്ങോട്ട് കുടിച്ചൂട്. ആ കുട്ടി മധുരമുള്ളതൊക്കെ കുടിക്കുന്നുണ്ട്, അപ്പോ അണ്ണാക്കിനോട് കുഴപ്പമില്ല എന്നത് മനസ്സിലായി. അതിനാ തേൻ കൊടുക്കല്, അതാ തഹ്നീക്ക് എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിലെ തഹ്നീക്ക് അതാണോ? അസ്മാ ബീവി റളിയല്ലാഹു അൻഹ തന്റെ പുത്രന് കൊടുത്ത തഹ്നീക്ക് അതാ. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് പറഞ്ഞു, ഹിജ്റ പോകുന്ന സമയത്ത് ഖുബായിലെത്തിയപ്പോ പറഞ്ഞു, മുന്നോട്ട് പോകാൻ കഴിയൂല, വേദന വരുന്നുണ്ട്, വേദന, പ്രസവ വേദന വരുന്നുണ്ട്. ഒരു ചെറിയ ടെന്റ് കെട്ടി ഖുബായിലെത്തിയിട്ടുള്ളൂ, മദീനയിലേക്ക് എത്തിയിട്ടില്ല. പ്രസവിച്ചു. എപ്പോഴാ പ്രസവിച്ചത്? രാത്രി. രാവിലെ ആകുമ്പോ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടി എടുത്തോളൂ. സുബൈർ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഈ കുട്ടിയെടുത്ത് വേഗം കൊണ്ടുപോകൂ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളടുത്ത് ഈ കുട്ടിയെ കൊടുക്കണം, തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, തങ്ങൾ ഈ കുട്ടിക്ക് പേര് വിളിക്കണം, തങ്ങൾ ഈ കുട്ടിക്ക് മധുരം കൊടുക്കണം. അവ്വലു മൗലൂദിൻ വുലിദ ഫിൽ മുഹാജിരീൻ. മുഹാജിറുകൾക്ക് ആദ്യം ജനിച്ച കുഞ്ഞാണത്. ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയെ വാങ്ങി മടിയിലിരുത്തിയിട്ട് ആ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ കൈവച്ചു ബറക്കത്തിന് ദുആയിരുന്നു. വസമ്മാഹു അബ്ദുല്ലാഹ്. കുട്ടിക്ക് അബ്ദുല്ല എന്ന് നാമകരണം ചെയ്തു. ചോദിച്ചു സുബൈർ റളിയല്ലാഹു അൻഹുവോട്, കാരക്ക കരുതിയിട്ടുണ്ടോ, കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ? കാരക്കകൾ എടുത്തു കൊടുത്തു. തങ്ങളത് വായിലിട്ട് ഷറഫാക്കപ്പെട്ട ഉമിനീര് കൊണ്ട് ചവച്ചരച്ച് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് മധുരം പകർന്നു കൊടുത്തു. പിന്നീട് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ എപ്പോഴും പറയാറുണ്ട്, അവ്വലു ശൈഇൻ ദഖല ഫീ ജൗഫിഹി, അവ്വലു ശൈഇൻ ദഖല ഫീ ജൗഫിഹി. എന്റെ കുഞ്ഞിന്റെ ശരീരത്തിന്റെ ഉൾഭാഗത്തേക്ക് ആദ്യം പ്രവേശിച്ചത് റീഖു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീരാൻ. അതുകൊണ്ട് തന്നെ സ്വഹാബിമാരിൽ പലർക്കുമില്ലാത്ത ധൈര്യം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾക്കുണ്ടായിരുന്നു.
ചെറിയ ധൈര്യമൊന്നുമല്ല, വലിയ ധൈര്യം. വലിയ ധൈര്യം ഉണ്ടായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്. വലിയ ധൈര്യവും വലിയ സൗന്ദര്യവും വലിയ ഇൽമും ഒക്കെ അല്ലാഹു നൽകിയിരുന്നു. കാരണം ആ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് ആദ്യം പ്രവേശിച്ചത് ഉമ്മയുടെ മുലപ്പാലല്ല, മൂത്തമ്മയുടെ മുലപ്പാലല്ല, മറ്റു സഹോദരിമാരുടെ പാലുകളല്ല. ആദ്യം പ്രവേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീരാൻ. ഇങ്ങനെ സ്വാലിഹീങ്ങൾ ഉപയോഗിച്ച് മധുരം കൊടുക്കണം. ഇപ്പൊ നമ്മളെ ആൾക്കാർക്ക് അതിലും വിശ്വാസമല്ല അല്ലേ? പിന്നെ ആകെ ഒരു മക്കൾ നന്നാകാൻ ദ്വാരക്കണം. ഞാൻ ദ്വാരക്കല്ല, കാരണം ചെയ്യാൻ പറഞ്ഞ ഒന്നും കേൾക്കില്ല. പിന്നെ നമ്മളിങ്ങനെ ദ്വാരക്കണം, നമുക്ക് വേറെ എന്തെങ്കിലും ദ്വാരക്കാണ്ട്. ഓലിങ്ങനെ എവിടുന്നെങ്കിലും ഒരു കുട്ടീനെ ഉണ്ടാക്കി ആ കുട്ടീനെ ഇങ്ങനെ കാറ്റത്തിട്ട് അമ്മി പോലെ വളർത്തിയിട്ട് നമ്മളിങ്ങനെ ദ്വാരക്കുക. ഒരു കാര്യമില്ല, ദ്വാരക്കന്നെ ദ്വാരക്കുക. നിങ്ങൾ മധുരം കൊടുത്തു, എന്ത് മധുരം? ആരോ ഒന്ന് കുക്കീസ് മുട്ടായി കൊടുത്തിരുന്നു, അതാ മധുരം കൊടുക്കല് ആണാ? ആരോ തേൻ ഇങ്ങനെ തേമ്പി കൊടുത്തിരുന്നു, അതാ മധുരം കൊടുക്കല്? നിങ്ങൾ ആ കുട്ടിക്ക് വാങ്ങിക്കാമത്തിലും വിശ്വാസമുള്ളതും പോയോ? വാങ്ങ് കൊടുത്തിരുന്നു. ആ വാങ്ക് ഹോസ്പിറ്റലിന് അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ കൊടുത്തിരുന്നു. ആര് കൊടുത്തിരുന്നു? അപ്പൊ ആ സ്ത്രീയോട് ചോദിച്ചു, വാങ്ങ് കൊടുത്തോ? വാങ്ക് ഈ കുട്ടിക്കല്ല, വേറെ കുട്ടിക്ക് അതിനുള്ളിൽ നിന്ന് ആരോ കൊടുത്തിരുന്നു. അപ്പൊ ഈ കുട്ടിക്കോ? ഈ കുട്ടി വേറെ കുറെ ഒച്ചപ്പാടുകളാണ് കേട്ടത്. പിന്നെ അത് ഒച്ചപ്പാടിന്റെ ആശാനായി മാറൂലേ? പിന്നെ അതിന് വികൃതി ഉണ്ടാകൂലേ? അതിനെ കേൾക്കേണ്ട അല്ലാഹ് എന്നല്ലല്ലോ ആദ്യം കേട്ടത്. കേൾക്കേണ്ട മഖ്ലൂഖാത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാമം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലല്ലോ ആദ്യം കേട്ടത്. അള്ളാഹുവിന്റെയും അള്ളാന്റെ റസൂലിന്റെയും പേരുകളല്ലേ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഇസ്മുകൾ, അതല്ലേ കേൾക്കേണ്ടത്. ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അപശബ്ദങ്ങളും വർത്തമാനങ്ങളും കേട്ടത്. പിന്നെങ്ങനെ? നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഇഖ്ലാസും കേട്ടിട്ടില്ല, ഷൈത്താനും കേട്ടില്ല, കുട്ടിയും ഉമ്മയും ഇന്ന റബ്ബക്കുമുല്ലാഹുൽ ലദീ എന്നുള്ള ആയത്തും കേട്ടിട്ടില്ല. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. ഖുർആൻ കൊണ്ട് നമ്മൾ ജയിക്കണം. ഖുർആൻ അല്ലാഹു നമ്മുടെ വിജയത്തിന്, നമ്മുടെ സന്തോഷത്തിന് തന്നതാണ്. ഓതി ഓതി മടുപ്പില്ലാത്ത വിധം ഖുർആനോട് ടച്ച് വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഓതിയിട്ട് സഹോദരങ്ങളെ ഖുർആൻ നമ്മുടെ മനസ്സിനെ ആകർഷിക്കണം. എന്തെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി ഓതാന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ ഖുർആനിനുള്ള ആത്മീയ ബന്ധം കൊണ്ട് ഓതാതിരിക്കാൻ കഴിയൂല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇന്നത്തെ എന്റെ ഒത്തുപോകരുത്, നാളത്തെ എന്റെ ഒത്തുപോകരുത്. ഖുർആൻ ഒരു ദിവസം നോക്കാത്ത ദിവസം വരുന്നത് സ്വഹാബത്തിന് എത്ര വെറുപ്പായിരുന്നു. അവരെ കാലത്ത് മുസാഫിന്റെ കോപ്പികൾ എത്ര കുറവാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു സ്വഹാബത്തും ഖുർആനുമായുള്ള ടച്ച് പറയുന്നു, വകാനൂ യക്റഹൂന അൻ യഖ്റുജ യൗമുൻ ലം യുൻളർ ഫിൽ മുസ്ഹഫി. മുസ്ഹഫിൽ നോക്കാത്തൊരു ദിവസം കഴിഞ്ഞു കിടക്കുക സ്വഹാബത്തിന് വെറുപ്പായിരുന്നു. ഖുർആൻ ഓതി ഓതി ഓതിയിട്ട് ഖുർആനിൽ ഹരം പിടിച്ച മഹാന്മാർ മരിക്കുന്ന സമയത്തും നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതി എന്ന് പറഞ്ഞില്ലേ? മരണമാകും എന്റെ ബിണ്ടില് ഓതി അന്നാമാനേ, മനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. സൂറത്തുൽ അൻആം അങ്ങ് ഓതി മഹദി. സൂറത്തുൽ അൻആമിന്റെ തുടക്കം മുതൽ ഓതി ഉളൂ എടുത്ത് നല്ല വസ്ത്രം ധരിച്ച് അത്രക്കെ തേച്ച് ഖുർആനോത്തിലാണ്. ഖുർആൻ അങ്ങനെ ഓതി ഓതി രണ്ട് റിപ്പോർട്ട് കാണാം. ഒരു നിലക്ക് മഹദി ഓതി എത്തിയത് കതബ അലാ നഫ്സിഹിർ റഹ്മാ, അല്ലാഹു തആല ഒരു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. കതബ അലാ നഫ്സിഹിർ റഹ്മാ, ഒരു കാരുണ്യത്തിന്റെ തീരുമാനം അല്ലാഹുവിനുണ്ട്. എന്താണത്? മൻ അമില സ്വാലിഹാ, നല്ലത് പ്രവർത്തിച്ചിട്ട് മുഅ്മിനായി വരുന്ന മനുഷ്യന് അല്ലാഹ് പുറത്തു കൊടുക്കുന്നു. അത് അല്ലാഹു നേരത്തെ എടുത്തൊരു തീരുമാനമാണ്. ഒന്നുകിൽ ഈ ആയത്തെത്തിയപ്പോഴാണ് മഹദിയുടെ റൂഹ് പിരിഞ്ഞത്, അതല്ലെങ്കിലോ ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അവർക്ക് ദാറുസ്സലാം എന്ന സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ സ്വർഗത്തിന്റെ ആയത്ത് മോദിയിട്ട് സന്തോഷത്തോടെ സ്വർഗം കണ്ടു പോവുക ചെറിയ ബഹുമാനമല്ലല്ലോ.
ഖുർആനുമായി ഹൃദയത്തിനൊരു ടച്ച് കൊടുക്കണം. ഹൃദയത്തിന്റെ തുരുമ്പുകളൊക്കെ നീങ്ങട്ടെ. മറ്റുള്ളവരോടുള്ള കുറുമ്പ് കുശുമ്പ്, ഒരാളെ കണ്ടാൽ നേർക്കുനേരെ നോക്കാൻ കഴിയാത്ത മുഖം, ഒരാളെ കണ്ടാൽ 10 കിലോ തൂക്കിയിട്ടേ നമ്മളെ മുഖം കൊണ്ട് നോക്കുള്ളൂ. ഒന്ന് ചിരിച്ചു നോക്കാൻ കഴിയില്ല. പേടിയല്ലേ മനുഷ്യന്മാരെ? മനുഷ്യന്റെ മുഖം കാണുന്ന ആനക്ക് വരെ വലിയ പേടിയാണ്. മനുഷ്യനെ ആന ചവിട്ടുന്ന സമയത്ത് പലരും പറയലുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല, പലരും പറയലുണ്ട് ചവിട്ട് കൊണ്ടവരല്ല, ചവിട്ടുന്ന കണ്ടവർ. കൊണ്ടവർ പിന്നെ പറയണ്ടാവില്ലല്ലോ, തിരിച്ച് കടത്തിയിട്ടാണ് ആന ചവിട്ടിയെന്ന് പറയലുണ്ട്. അതെന്താ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ മനുഷ്യന്റെ മുഖം ഒന്ന് പേടിപ്പെടുത്തണല്ലോ. കാണുമ്പോൾ തന്നെ പേടിയല്ലേ? ചില ആൾക്കാരെ കാണുമ്പോൾ ഒരു വട്ടേ നോക്കാൻ, പിന്നെ താഴോട്ട് നോക്കേണ്ടി വരിക. ബഹുമാനം കൊണ്ടല്ല, പേടിയുണ്ട്. കാരണം നോക്കുന്നതന്നെ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ നോക്കിയാൽ എങ്ങനെ? നോക്കുമ്പോഴില്ലേ നോട്ടത്തിനൊന്ന് അങ്ങനല്ലേ? ഏതൊരു ജീവിയും ഇപ്പൊ നമ്മൾ ഒന്ന് കണ്ണുറ്റി നോക്കുമ്പോ മുന്നിലൂടെ പോകുന്ന നായ എങ്ങനെ പോകണവര്, പടച്ചോൻ ഏതൊരു ഭീകരവാദിയാണ്, വാലൊക്കെ ഒന്ന് ചുറ്റിട്ട് ഞാൻ ഒന്നും ചെയ്യാനില്ല, അത് പോവാണ്. നമ്മളെ നോട്ടം കണ്ടിട്ട് നമ്മൾ അതിനോട് ഒരു പുഞ്ചിരിച്ച് മട്ടത്തിലാ നോക്കുമെങ്കിൽ ആ നായ ഒന്ന് ചിരിച്ചൊന്നും കൂടി ഇങ്ങോട്ട് നോക്കും. അങ്ങനല്ലേ? നമ്മൾ ആ വേസ്റ്റ് കൊട്ടയിലേക്ക് ഭക്ഷണം കൊണ്ടുപോയിടുന്ന ഒരാള്, ഞാനിന്ന് യാത്ര ചെയ്തു വരുന്ന സമയത്ത് കണ്ടൊരു കാഴ്ച, വേസ്റ്റ് കൊട്ടയിലേക്ക് ഭക്ഷണത്തിന്റെ അവശിഷ്ടം കൊണ്ടുപോയിരുന്ന ജീവനക്കാരൻ, തൊട്ടടുത്തൊരു നായുണ്ട്. ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല, ഇങ്ങനെ പോരല്ലേ, ഫോട്ടോ എടുക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ നായ ഇയാളെ കണ്ട് പേടിച്ചു ഓടുകയാണോ, നായ അവിടെ നിൽക്കുകയാണോ ചെയ്യുന്നത്? ഇയാൾ ഈ നായനെ നോക്കിയപ്പോ ബാക്കിയുള്ള വേസ്റ്റ് ഭക്ഷണത്തിന്റെ കുറച്ചുകൂടി അവശിഷ്ടം ഉണ്ട്, അത് എടുത്തിട്ട് പുറത്തിട്ട് കൊടുത്തു. അപ്പൊ ആ നായ ഒന്നിങ്ങനെ അയാളെ നോക്കിയിട്ട്, എന്താണത്? ഒരു സ്നേഹം, ഒരു നന്ദിയാണത്, ഒരു നന്ദി പ്രകടനം. അതിന്റെ മുഖം കൊണ്ടൊന്നും ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എത്ര കിട്ടിയാലും നമ്മൾ ജസാക്കല്ലാ എന്ന് പറയും. അത് പറഞ്ഞെങ്കിൽ ആദ്യം വേറെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് മുടിയൽച്ചിന്റെ ഇറച്ചിയാണ്. രാവിലെ മോന്റെ മുടിയൽച്ചിരുന്ന്, ആ ആയിക്കോട്ടെ, കഴിഞ്ഞ്. ജസാക്കല്ലാഹു, അള്ളാഹു ബർക്കത്ത് കിട്ടേതോ, അള്ളാഹ് കബൂലാക്കട്ടെ. എന്തെങ്കിലും ഒന്ന്, 1 കിലോ ഇറച്ചി ഒരു മനുഷ്യനോട് കൊടുക്കുന്നതിന് 1/2 കിലോ ഇറച്ചി, ഒരു സന്തോഷത്തിന്റെ ഒരു വാക്കൊരു പ്രതികരണമില്ലേ? കിട്ടണമെങ്കിൽ ആദ്യം എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പറയേണ്ടി വരും, നിങ്ങളൊന്ന് നോക്കി ഒന്ന് നല്ല മോകൊണ്ട് ചിരിക്കെങ്കിലും ചെയ്യും. റബ്ബേ, ഒരു ഇറച്ചി കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതൊരു ഈമാനാ? ഇത് ഈമാൻ എന്നല്ല, അതിന്റെ പേര് വേറെയാണ്. ഈമാൻ എന്ന് പറഞ്ഞാല് മറ്റുള്ളവർക്ക് സന്തോഷമാകുന്ന മുഖം കൊണ്ട് സമീപിക്കാന്നുള്ളതല്ലേ ഈമാൻ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ജീവനക്കാരൻ ആ നായ ആട്ടിയാലേ നായ ഓടും പേടിച്ചിട്ട്. പക്ഷെ ആ ജീവനക്കാരൻ ഈ നായനെ നോക്കിയിട്ട് ഇതിന് ഭക്ഷണം വേണം, നമ്മൾ ഭക്ഷണം കഴിച്ചു വരില്ലേ. അപ്പൊ ആ പാത്രം, ആ ഭക്ഷണത്തിന്റെ പൊതി അവശിഷ്ടം നേരെ വെച്ചു കൊടുത്തപ്പോ അത് വാലാട്ടിയിട്ട് നോട്ടൊക്കെ നോക്കിയിട്ട് ഇന്ന് ഭക്ഷണം കഴിച്ചു. മനസ്സിന്റെ ആ കുറുമ്പ് കുശുമ്പ് വിദ്വേഷങ്ങളും ഒക്കെ നീങ്ങിക്കിട്ടാൻ വലിയ ശിഫയാണ്. ശിഫാഉൽ ലിമാ ഫി സുദൂർ. മനസ്സിന്റെ അകത്തളങ്ങളിൽ കെട്ടി നിൽക്കുന്ന രോഗങ്ങൾക്ക് ശമനം അള്ളാഹുവിന്റെ ഖുർആനാണ്. ആ രൂപത്തിൽ ടച്ച് ഖൽബുമായിട്ട് ഖുർആനുമായിട്ട് വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഓതിയിട്ട് ഖുർആനുമായുള്ള തഅല്ലുഖ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തുണ്ടെങ്കിൽ 10 അടയാളങ്ങൾ പഠിപ്പിച്ചു ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഞാനത് എണ്ണല്ല, അതിൽ ഒരു അടയാളം ഹുബ്ബുൽ ഖുർആൻ. ഖുർആനോട് മഹബ്ബത്തുണ്ടോ അയാൾ മുത്തുനബി തങ്ങളെ മുഹിബ്ബ. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ ഏറ്റവും കേൾക്കാൻ ആഗ്രഹിച്ചത് എന്താ? ഖുർആനാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ഓതിയത് എന്താ? ഖുർആനാണ്. പഠിപ്പിച്ചു കൊടുത്തത് എന്താ? ഖുർആനാണ്. ഒക്കെ കൂട്ടി നോക്കണം. ബഹുമാനം കൊടുത്തത് എന്തിനാ? ഖുർആനാണ്. ഖബറിലേക്ക് വെക്കുമ്പോഴും കൂടെ തങ്ങൾ ചോദിച്ചില്ലേ ഉഹദിൽ വെച്ച് 2 ആളെയും 3 ആളെയൊക്കെ സ്ഥലപരിമിതി കൊണ്ട് ഖബറിലേക്ക് വെക്കുമ്പോ തങ്ങളെ ചോദ്യം, അയ്യുഹും അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, ഈ 3-ൽ ആരാണ് കൂടുതൽ ഖുർആൻ പഠിച്ചവർ? സഹാബത്ത് ചൂണ്ടിക്കാണിക്കുമ്പോ ആദ്യം മുൻഗണന കൊടുക്കുന്നത് കൂടുതൽ ബഹുമാനമുള്ള ആൾക്കാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുശാവറയിൽ കൂടുതൽ ബഹുമാനമുള്ളത് ഖുർആൻ പണ്ഡിതന്മാർക്കായിരുന്നു. 39 ആളുകൾ മുശാവറയിൽ, ഒരു ചെറുപ്പക്കാരൻ മാത്രമുണ്ട് ആ മുശാവറയില്. ബാക്കിയുള്ള സ്വഹാബിമാരൊക്കെ പതുക്കങ്ങനെ ഒരു മുറുമുറുപ്പ്, ദേഷ്യം കൊണ്ടല്ല, അവരുടെ സംശയം കൊണ്ട്. നമ്മക്കൂല്ലേ മക്കള്? എന്താ ഒരു ചെറുപ്പക്കാരൻ മാത്രം? എന്റെ പുരയിലുണ്ട് അതേ വയസ്സുള്ളൊരു കുട്ടി, നിങ്ങളെ പുരയിലൂല്ലേ? നിങ്ങളെ പുരയിലുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ ശ്രദ്ധയിലെത്തി ഓൽക്കൊക്കെ ഒരു സംശയം ഉണ്ട്. ആ സംശയം തീർക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു ചെയ്തത് എന്താ? ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക അല്ല, ഒരു ഗുസ്തി മത്സരം ആരാ ജയിക്കാൻ നോക്കുക, അതുമല്ല. ഉമർ റളിയല്ലാഹു അവരൊക്കെ വിളിച്ചു ചോദിച്ചു, ആ വലിയ വലിയ സ്വഹാബിമാരൊക്കെ വിളിച്ചു ചോദിച്ചു. സൂറത്തുൻ നസ്റില്ലേ, അവസാനം ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൻ നസ്ർ. ഖുർആനിൽ ഒരു സൂറത്തായിട്ട് അവസാനം ഇറങ്ങിയ സൂറത്ത് ഏതാ? സൂറത്തുൻ നസ്റാണ്. പിന്നെ ആയത്തുകളാണ് ഇറങ്ങിയത്, ഒരു സൂറത്ത് ഫുള്ളായിട്ട് പിന്നെ ഇറങ്ങിയിട്ടില്ല.
അവസാനം ഇറങ്ങിയ സൂറത്തായ സൂറത്തുൻ നസ്ർ. എന്താണ് അതിന്റെ വ്യാഖ്യാനം? അപ്പാ പ്രമുഖന്മാരായ സ്വഹാബിമാര് പറഞ്ഞു, മുത്തുനബി തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് കുറെ സഹായം കിട്ടുക, ഇസ്ലാമിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഫത്ഹ് വരിക, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് ആളുകൾ മുത്തുനബി തങ്ങളെ കാണാൻ ഇങ്ങനെ കൂലം കുത്തി ഒഴുകുക, അങ്ങനൊക്കെ സംഭവങ്ങൾ വരുമ്പോ കൂടുതൽ തസ്ബീഹും ദിക്റും ശുക്റും തങ്ങൾ അധികരിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതിന്റെ ഒരു തഫ്സീറാണ്. ചോദിച്ചവരൊക്കെ പറഞ്ഞതാണ്. ഈ ചെറുപ്പക്കാരനായ കുട്ടി അവരെ മുന്നിൽ വെച്ച് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ആരാണ് ആ ചെറുപ്പക്കാരൻ അറിയുമോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായ മൈമൂന ബീവിയുടെ സഹോദരിയുടെ പുത്രനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് എത്രയാണ് ഇങ്ങനെ ബഹുമാനം കിട്ടിയത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനം ചെയ്തപ്പോ രാത്രി എഴുന്നേറ്റ സമയത്ത് ഉളു എടുക്കാനുള്ള വെള്ളം, ശുചീകരിക്കാനുള്ള വെള്ളം കൊണ്ടുപോയൊരു പാത്രത്തിൽ വെച്ചപ്പോ മൈമൂന ബീവിയോട് ചോദിച്ചു, ആരാണ് ഇവിടെ വെള്ളം കൊണ്ടുവന്ന് വെച്ചത്? അത് നമ്മളാ ചെറിയ കുട്ടിയാണ്. ഇന്നലെ ഈ വീട്ടിൽ കിടന്നുറങ്ങാൻ വന്നിട്ടുണ്ട് മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. ആ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ആ കുട്ടിയാണോ കൊണ്ടുവന്ന് വെച്ചത്? പറയാതെ തന്നെ കാര്യങ്ങൾ ആഗ്രഹിച്ചും ആലോചിച്ചും ചെയ്യാൻ കഴിവുള്ള കുട്ടിക്ക് ഈ ഒരു നല്ല അദബിന് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്തൊരു സമ്മാനമാണ്. അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ വത്തഅ്വീൽ. ഈ കുട്ടിക്ക് നീ ഖുർആൻ പഠിപ്പിക്കണേ അല്ലാഹ്. ഖുർആനിന്റെ സർവ്വ വ്യാഖ്യാനങ്ങളും നീ പഠിപ്പിക്കണേ അല്ലാഹ്. ആ കുട്ടിയാണ് അന്നും ഇന്നും ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവൻ, റഈസുൽ മുഫസ്സിരീൻ റളിയല്ലാഹു അൻഹു. ഈ കുട്ടിയോട് ചോദിച്ചു, നിങ്ങളെ തഫ്സീർ എന്താണ്? അപ്പൊ ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഈ സൂറത്തുൻ നസ്ർ കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അടുത്തിരിക്കുന്നു, തങ്ങളെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു തആല നിയോഗിച്ചതിന്റെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയായി, ഇനി തങ്ങൾക്ക് വരാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള സ്വഹാബിമാരെ കെണീറ്റിട്ട് പറഞ്ഞു, ആ കുട്ടിയെ മുഷാവറയ്ക്ക് എടുക്കേണ്ട കുട്ടി തന്നെയാണ്. കാരണം ഖുർആനിൽ ഇത്രമാത്രം വിവരവും പാണ്ഡിത്യ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടിയെ മുഷാവറയിൽ പരിഗണിച്ചതിന് ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. ഞങ്ങളുടെ കുട്ടികളൊന്നും വേണ്ട. എന്താ സ്ഥാനം? ഖുർആൻ കൊണ്ടാണ് സ്ഥാനം, ഖുർആൻ കൊണ്ടാണ് ബഹുമാനം. ഇന്നഹു ലഖുർആനുൻ കരീം. നമ്മൾ ഖുർആനെ ബഹുമാനിക്കുമ്പോ ഖുർആന്റെ ബഹുമാനം നമുക്കും കിട്ടും. അതിന്റെ ബഹുമാനത്തിന് ഖുർആനിന്റെ പ്രതി അതിനെ ബഹുമാനിക്കണം, ഓതിയിട്ട് ബഹുമാനിക്കണം, പഠിച്ചിട്ട് ബഹുമാനിക്കണം, കേട്ടിട്ട് ബഹുമാനിക്കണം, ഹൃദയത്തോട് ചേർത്ത് വെച്ച് ബഹുമാനിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖുർആനോട് നല്ല ബഹുമാനം സ്വീകരിക്കാൻ അള്ളാഹു തആല നമുക്ക് അവസരം നൽകുമാറാകട്ടെ. സമയം കഴിഞ്ഞു പോയി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു തആല ഫത്ഹും സലാമത്തും ഏറ്റിയേറ്റി തരുമാറാകട്ടെ. മടുപ്പില്ലാത്ത വിധം ഖുർആൻ ഓതാനും ഖുർആൻ നന്നായി കേൾക്കാനും ഒരുപാട് കേട്ടിട്ടും മോദിയിട്ടും അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ കേട്ട് 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 എത്ര കേട്ടിട്ടും മതിവരാത്ത രീതിയിൽ ഖുർആനെ നെഞ്ചോട് ചേർത്ത മഹാന്മാരുടെ താവടിയിലായി ഖുർആനുള്ള ബഹുമാനം സ്വീകരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ അവസാനം വരെ വളരെയധികം രോഗമായി കിടക്കുന്ന സമയത്തും ഖുർആൻ കേൾക്കാൻ ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ പട്ടികയിൽ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ലോണം ഖുർആൻ ഓതണം, ഖുർആൻ മക്കളെ ഓതി പഠിപ്പിക്കണം. ഒരു വാപ്പയൊരു ഉമ്മ, എന്റെ മക്കൾക്ക് 5 മക്കൾ എനിക്കുണ്ട് ഉസ്താദെ, 5 ആളും നന്നായി ഖുർആൻ ഓതാൻ അറിയുന്നവരാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബഹുമാനം അതാണ്. ഏറ്റവും വലിയ ബഹുമാനം അതാണ്. നമ്മളെ മക്കളൊക്കെ ഖുർആനോത്ത് അറിയുന്നവരാകണം, നല്ലോണം അവരെ പഠിപ്പിക്കണം. അത് ഏറ്റവും വലിയൊരു സ്ഥാനമാണ് നമുക്കതിന്റെ ഭാഗ്യം ലഭിക്കുന്നത് ഇവിടത്തെക്കാളും കൂടുതൽ ആഖിറത്തിലാണ്. ഇവിടെ കിട്ടുന്നൊരു ഭാഗ്യം അതെന്താ? മക്കൾ കേടുവരൂല. ഖുർആൻ നന്നായി ഓതാൻ അറിവുള്ള മക്കൾ അവർ കേടായി പോകൂല, ദുഷിച്ചു പോകൂല. നല്ല മക്കളായി കുടുംബത്തെ നോക്കുന്ന, ദീന് കൊണ്ട് നടക്കുന്ന, സമൂഹത്തിന് വേണ്ടപ്പെട്ട, നമ്മുടെ മഹല്ലത്തിലും ദീൻ കാര്യങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല മക്കളായി വളരും. അങ്ങനല്ലേ നമുക്ക് മക്കളെ വേണ്ടത്? ദുന്യാവും ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന മക്കളല്ലേ വേണ്ടത്? അതിന് ഖുർആൻ നന്നായി ഓതി പഠിപ്പിച്ച് അവരെ നമ്മൾ രക്ഷപ്പെടുത്തണം, വളർത്തിയെടുക്കണം. എല്ലാ കുട്ടികൾക്കും ഖുർആനോത്ത് നന്നായി കൊടുക്കണം. ഒരു കുട്ടി ഖുർആനോത്തിൽ പിറകിലാണെങ്കിൽ ഉസ്താദുമാരെ സ്പെഷ്യലായി വെച്ചുകൊണ്ട് നമ്മളതിന് സ്പെഷ്യൽ ക്ലാസ് നമ്മുടെ വീട്ടിൽ അതിനൊരു 10,000 കൊടുക്കേണ്ടി വന്നാലും 20,000 കൊടുക്കേണ്ടി വന്നാൽ നഷ്ടമല്ല, അത് ലാഭമാണ്.
ദുന്യാവിലും ലാഭമാണ്, ആഖിറത്തിലും ലാഭമാണ്. ആ കുട്ടിക്ക് തന്നെ ഇംഗ്ലീഷിൽ കുറവുണ്ടെങ്കിൽ ഒരു ടീച്ചറെ വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കണം. മാത്സിൽ കുറവുണ്ടെങ്കിൽ ഒരു കണക്കറിയുന്ന നല്ല ഒരു മാഷ വെച്ചിട്ട് കണക്കിൽ നല്ല കഴിവ് കൊടുക്കണം, വളർത്തിക്കൊണ്ടുവരണം. എല്ലാറ്റിലും കഴിവുണ്ട്, ഖുർആൻ മാത്രം ഓതാൻ അറിയില്ല എന്ന സങ്കടല്ലേ? അതുണ്ടാകരുത്. ഖുർആൻ നല്ല കഴിവുള്ളവരാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മജ്ലിസ് അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.